ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അറിയൂല, എന്നാലും സന്തോഷമുണ്ട്. വാവ വരുന്നേ കുട്ടികളി കളിച്ചു നടന്നാ മതിയോ, കുട്ടിയൊന്നും വേണ്ടേ. എനിക്ക് ആദ്യം ഒരു ഏട്ടനും ഒരു അനിയത്തി, അങ്ങനെയാണ് താല്പര്യം. അത് കഴിഞ്ഞ് ഇനി ഒരെണ്ണോടെ വരണുണ്ടാവും അച്ഛാ. പിന്നെ ഫസ്കാക്ക് എങ്ങനെയാ സൈക്കിള് എന്നൊക്കെ ചോദിക്കും. പിന്നെ ഫസ്കാക്ക് ഭയങ്കര കോമഡി ആണല്ലോ എന്നൊക്കെ പറയും. ഭയങ്കര ചളിയാണ്, ഓരോന്ന് പറയും. എന്നിട്ട് വീഡിയോയിൽ ഇങ്ങനെ പറയും. അത് കഴിഞ്ഞിട്ട് വെറുതെ ചളി അടിക്കും. എന്നിട്ട് ഇന്നിങ്ങനെ തോണ്ടും, ചിരിക്കും. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടാ. അല്ലല്ലേ ഇവിടെ ഇഷ്ടം ഭാര്യ ഭർത്താവ് എന്നാ ഞാൻ അങ്ങോട്ട് പോയാ പകുതി അറേഞ്ച്ഡ് ആ പകുതി നമ്മളെ കണ്ട് ഇഷ്ടപ്പെട്ടു. കഥ ഒന്ന് എലോബറേറ്റ് ചെയ്ത് പറയും നമുക്ക്. അത് നമ്മളെ എക്സ്ക്ലൂസീവ് കണ്ടന്റാണ്. ശരി, ഇത് പറയാൻ പറ്റൂല. അത് ഞങ്ങള് യൂട്യൂബിൽ ഇതിനായിട്ട് പറഞ്ഞിട്ടില്ല 2-3 കൊല്ലമായിട്ട്. കുട്ടിയൊക്കെ ഉണ്ടായിട്ട് കുട്ടിന്റെ കൂടെ കുറച്ചുകൂടി അതിന്റെ പറയും. ഞാൻ ഇവളെ കണ്ടതാണ്, അവളെ കോളേജിൽ നിന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു. ഓഹോ ശരി, ഫുള്ള് പറഞ്ഞില്ലേ. അത് കോളേജിൽ ഞാൻ വെറുതെ അത് എന്താടക്ക് വെറുതെ ഒരു അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോയതാ. അഡ്മിഷൻ കിട്ടി, ഇപ്പൊ പുതിയൊരു അഡ്മിഷൻ വരാനിരിക്കും. ലോക്ക്ഡൌണിൽ എന്നെ ലോക്കാക്കിയതാ നൈസായിട്ട്. ഡോപ്പാക്കിയല്ല, നേരെ ഡോപ്പാക്കി ഒറ്റ ഇടല. ക്യാമറ ഞാൻ എടുക്കണം, വീഡിയോ ഞാൻ എടുക്കണം, എഡിറ്റ് ചെയ്യണോ, അഭിനയിച്ചു പോയാലേ സിനിമ നടിയോ. ഞാൻ ഒറ്റക്കായപ്പോ ആർക്കും വലിയ കുഴപ്പമില്ല. ഇനി ഫസ്റ്റ് കാക്കിനും കൂടി കൊണ്ടുവന്നപ്പം നമുക്കൊക്കെ സീനായി തോന്നി. ഞാൻ ഇപ്പൊ തെലുങ്കിലാ വിളിക്കല് ഇവളെ, ഇപ്പൊ ഹിബാണ്ടി എന്നൊക്കെ വിളിക്കപ്പോ. ഹിബാണ്ടേ അങ്ങനെയാണ് തെലുങ്ക് ഫിലിംസിലൊക്കെ ഞാൻ കേട്ടെ. അല്ലല്ല, ഇവള് ഫഫീന്ന് വിളിച്ചിട്ട് കളിയാക്കുന്നതാണോ എനിക്ക് ഡൗട്ട് ഉണ്ട് ഇപ്പൊ കുറച്ചു കാലമായിട്ട്. ഇവൾക്ക് ഇന്നെ പറ്റി ഏറ്റവും സെറ്റ് അറിയാം, അത് നമ്മള് തമ്മിലുള്ള. കാരണം ഞാൻ എന്റെ മൈൻഡ് ഓൾറെഡി ഇതിൽ സെറ്റ് ചെയ്താ. എനിക്ക് ഒന്നും വേണ്ട, ഒരു താല്പര്യമില്ല. ഞാൻ ദുബായില് ഒന്ന് പോയിരുന്നു, അവൾക്ക് ചെറിയൊരു ഇതുണ്ടായിരുന്നു. ദുബായിൽ പോകണം 8 മാസം കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ കയറ്റൂല. അതുകൊണ്ടാണ് അപ്പം തന്നെ ഫിക്സ് ചെയ്തത്. ഞാൻ അന്ന് എന്നോട് ഫ്രണ്ട്സ് ചോദിച്ചു 6 മാസം ആകുമ്പോ പോവാന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, 8 മാസമായിട്ട്. ഇതൊക്കെ നല്ല ചിരിക്കുന്നില്ലേ? കുറച്ച് കഴിഞ്ഞാല് ശരിക്കും അങ്ങനെ ആയിരുന്നു അല്ലേ? ഇപ്പൊ തമാശ പറഞ്ഞത് മനസ്സിലാവില്ല. നേരത്തെ പറഞ്ഞില്ല, അതൊന്നും മനസ്സിലാവില്ല. Hi guys, welcome. You're watching me Meenakshi Sudhir on Django Space. So ഇന്ന് എന്നോടൊപ്പമുള്ള ഗസ്റ്റുകളെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇവർ യൂട്യൂബേഴ്സ് ആണ്, ഇൻസ്റ്റാഗ്രാമേഴ്സ് ആണ്. സോ ലെറ്റ് മീ വെൽക്കം ഹിബ ആൻഡ് ഫസി ടു ദ ഷോ. ആക്ച്വലി 2 പേർക്കും വെൽക്കം എന്ന് എപ്പോഴും പ്രത്യക്ഷത്തിൽ 2 പേരാണെങ്കിലും 3 പേർക്കും വെൽക്കം എന്ന് ഞാൻ പറയാണ് അല്ലേ? മൂന്നാമത്തെ ആൾ വരാൻ ഏകദേശം ഡേയ്സ് എന്താണ്, എങ്ങനെയാണ് പറയുന്നത്? ഇവ പറയൂ. കുറച്ചും കൂടി വീക്സ്. അപ്പം ഒരു കുഞ്ഞാവ് കൂടി വരാൻ പോവാണ്. കൺഗ്രാറ്റുലേഷൻസ് ഫസി ആൻഡ് ഹിബ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, അപ്പം ആ ഒരു എക്സൈറ്റ്മെന്റ് ഒന്ന് നമ്മളുമായിട്ട് ഷെയർ ചെയ്യോ? നല്ല സന്തോഷമുണ്ട്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അറിയൂല, എന്നാലും സന്തോഷമുണ്ട്. വാവ വരുന്നതിന്റെ ഒരു അച്ഛനാകാൻ പോകുന്നതിന്റെ അമ്മ, ലൈക്ക് നമ്മളൊക്കെ പറഞ്ഞിട്ടില്ലേ, പാരന്റിങ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര റെസ്പോൺസിബിലിറ്റി ആണ്. അടുത്തൊരു 10-15 വർഷത്തേക്കുള്ള ഒരു വലിയ റെസ്പോൺസിബിലിറ്റി തരാൻ പോണ ഒരാളെ വരാൻ പോണം. അപ്പൊ അതിന്റെ ഒരു സംഭവമൊക്കെ ചിന്തിക്കുന്നുണ്ടോ ഒരു അച്ഛനമ്മയാവാൻ പോകുന്നതിന്റെ? അങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ല. കുഴപ്പമില്ല, നൈസായിട്ട് ഫീൽ ചെയ്യും എന്തായാലും. പിന്നെ ഇടക്കൊക്കെ ഫാമിലി ആയിട്ട് ചില ഇങ്ങനെ കാണുമ്പോഴൊക്കെ തോന്നാറുണ്ടായിരുന്നു. ഇപ്പൊ നമ്മളൊരു കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 4-3.5 കൊല്ലക്കായി. 4ാമത്തെ വർഷമാണ്. അപ്പം സാധാരണ നാട്ടു നടപ്പിൽ ഒരു കൊല്ലം കഴിയുമ്പോഴേ ചോദ്യങ്ങൾ വരും. നിങ്ങൾക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എല്ലാരും ഒന്നും ചോദിക്കാറില്ല, പിള്ളേരൊക്കെ ചോദിക്കാറ്. പോകില്ല. കല്യാണത്തിന് പോകാത്തതിന് വേറെ റീസൺസ് അപ്പൊ അതിലേക്ക് ഞാൻ എന്താണ് അപ്പൊ ഇങ്ങനെ കാണുമ്പോ നിങ്ങളടുത്ത് ചോദിക്കുക, എന്താ പറയാ, അവര് കുട്ടിയൊന്നും വേണ്ടതൊക്കെ ചോദിക്കും. കുട്ടികളി കളിച്ചു നടന്നാ മതിയോ, കുട്ടിയൊന്നും വേണ്ടേ. ഇപ്പൊ എന്തായാലും എല്ലാവർക്കും സമാധാനമായല്ലോ, കുട്ടി വരാൻ പോവാണ്. അപ്പം സാധാരണ ഇങ്ങനെ കൂട്ടത്തിൽ ഒരാൾക്ക് ബോയ് ബേബി മറ്റേ ആൾക്ക് ഗേൾ ബേബി അങ്ങനെ ഇതുണ്ടാകുമല്ലോ. അങ്ങനെ ഒരാഗ്രഹം 2 പേർക്കിടയിൽ? ഏതായാലും കുഴപ്പമില്ല. എനിക്ക് ഫസ്റ്റ് ബോയ് ആവാനാ താല്പര്യം. ആണല്ലേ? പിന്നെ ഗേള് അങ്ങനെ താല്പര്യം. എനിക്ക് ഏത് കുട്ടിയാലും കുഴപ്പമില്ല, നല്ല ആരോഗ്യമുള്ള കുട്ടിയായോ മതി. എനിക്ക് ഏത് കുട്ടിയായാലും മതി. പക്ഷെ എനിക്ക് സത്യം ഞാൻ തുറന്നു തരണം, അത്രേ ഉള്ളൂ. പിന്നെ അല്ല അങ്ങനെ ഒരു ബോയ് ഒരു ചെറിയ എല്ലാരും അത് പറയുന്നത് കേൾക്കാം, അങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ എന്നോട് ഇവിടെ നിന്നൊക്കെ പറഞ്ഞേ. പക്ഷെ എനിക്ക് ആദ്യം ഒരു ഏട്ടനും ഒരു അനിയത്തി, അങ്ങനെയാണ് താല്പര്യം. നിങ്ങളൊക്കെ എങ്ങനെയാണ്, സിബ്ലിങ്സ് അങ്ങനെയാണോ ഉള്ളത്? അല്ല, നമ്മള്
ആണുങ്ങൾ തന്നെ. എനിക്കൊരു ഇക്കാക്കുണ്ട്, പിന്നെ 2 അനിയന്മാര്. ഓ, അപ്പൊ ലാളിക്കാനായിട്ട് ലാസ്റ്റ് ഒരു പെൺകുട്ടി എന്നുള്ള രീതിയില്. അപ്പൊ ഇത് കഴിഞ്ഞ് ഇനി ഒരെണ്ണോടെ വരണുണ്ടാവും അച്ഛാ. ഇതൊക്കെ എങ്ങനെയാ? എനിക്ക് ഇവിടെ 3 ബ്രദേഴ്സാണ്, ഞാൻ ഒറ്റ സിസ്റ്റർ. ഉണ്ടല്ലേ? ആക്ച്വലി ഞാൻ ബൈ ദ വേ പേരെന്തെങ്കിലുമൊക്കെ കണ്ട് വെച്ചിട്ടുണ്ടോ ആള് വരുമ്പോടാനായിട്ട്, പെൺകുട്ടിയാണെങ്കിലോ ആൺകുട്ടിയാണെങ്കിലോ? ഫസ്കാക്ക് ഭയങ്കര ആർസണൽ ഫാൻ ആണ്. അപ്പൊ അത് റിലേറ്റ് ചെയ്ത് കുട്ടിക്ക് പേരൊന്നും പറഞ്ഞോണ്ടിരിക്കുന്നത്. എന്താ ഫസി അങ്ങനത്തെ പേര്? അത് നമ്മളെ പണ്ടത്തെ ഒരു കോച്ച് ഉണ്ട്, ഒരു ആർസൻ വെങ്കർ എന്ന് പറഞ്ഞു. അപ്പൊ അയാളെ കോച്ചിന്റെ പേരിടാൻ എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ അത് മുസ്ലിം നെയിം ഒന്നല്ല. പക്ഷെ നമുക്ക് അത് ഇങ്ങനെ മാറ്റിട്ടൊക്കെ മോഡിഫൈ ചെയ്തിട്ട് മുസ്ലിം നെയിം ആക്കവാണെങ്കിൽ ലൈക്ക് ഇപ്പൊ നമ്മളെ ആർസൻ വെങ്കർ എന്ന അയാളെ പേര്, അപ്പൊ നമുക്ക് ആർസൻ ഇട്ടാല് അത് മുസ്ലിം നെയിമായിരിക്കും. ഓക്കെ, ഇനി ഞാൻ പുറത്തേക്ക് വിട്ടിട്ടില്ല. അതിപ്പോ നിങ്ങൾ വിടല്ലേ എന്തായാലും. ഇതിപ്പോ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ജാങ്കോ സ്പേസിൽ ഇതിനു മുമ്പ് വികാസ് ചേട്ടൻ ഒരു ഇന്റർവ്യൂ തന്നു, ഇതേപോലെ തന്നെയായിരുന്നു. ചേച്ചി ഇങ്ങനെ നിറവയറായിട്ട് അപ്പൊ ഇന്റർവ്യൂല് പറഞ്ഞു മോളാണെങ്കിൽ നാരായണി എന്ന് പേരിടണം. അതേപോലെ തന്നെ മോളാണ് വന്നത്, നാരായണി എന്നുള്ള പേര് ഇട്ടത്. ഞാനാണ് ഇന്റർവ്യൂ എടുത്തത്. അപ്പൊ പിന്നീട് ഒരു ദിവസം വികാസ് ചേട്ടൻ തന്നെ പറയണ്ടായി, അങ്ങനെ ജാങ്കോ സ്പേസിൽ ഇന്റർവ്യൂ കൊടുത്തപ്പോ പറഞ്ഞതാണ്. അപ്പൊ അതേപോലെ തന്നെ വന്നു. ഫിംഗേഴ്സ് ക്രോസ്. നീലായിട്ടിരിക്കല്ലേ? അത് ചോദിക്കട്ടെ, ഗേൾ ആകുമ്പോ എന്ത് പേരിടണമെന്നാണ്? ഞാനങ്ങനെ തീരുമാനിച്ചിട്ടൊന്നുമില്ല, ഓരോ ദിവസം അല്ല. പക്ഷെ എനിക്ക് അത് ഒരു ക്രിസ്ത്യൻ നെയിമാണ്. അപ്പം എനിക്ക് പിന്നെ അങ്ങനത്തെ ഒന്നും കുഴപ്പമില്ല. അത് മറ്റേ ജൂയിഷ് നെയിം നമുക്ക് കേട്ടിട്ട് തിരിച്ചറിയാൻ പറ്റില്ല. ഞാൻ എന്തായാലും ഞാൻ പറയട്ടെ, വെച്ചിട്ട് പേര് ഇടരുത്. കാരണം റോൾ നമ്പർ 1 വിളിക്കാൻ എളുപ്പമുള്ള ഒരു പേര് ഇടണം, അത്രേ ഉള്ളൂ. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ ഹിബ ഒറ്റക്കുട്ടിയാണ്, അതിന്റെ എല്ലാ ഭാഷയുണ്ടെന്ന്. ബട്ട് ഐ വുഡ് ലൈക്ക് ടു പുട്ട് ഇറ്റ് ഇൻ ടു വേർഡ്സ് ലൈക്ക് ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. തന്റേതായിട്ടുള്ള സ്റ്റാൻഡില് ഇരിക്കണായിട്ടില്ലേ കൈ കിട്ടും കിട്ടാറുണ്ട്. എല്ലാം ഇങ്ങനെ ഭാര്യയോട് ചോദിച്ചു ചെയ്യുന്ന ഒരു ഭർത്താവിനാണ് ഞാൻ പറയും. ഫസ്കാക്ക് വേറെ എന്തെങ്കിലും ചെയ്യും ആണല്ലേ? അതിൽ നല്ല ഇടി കൊടുക്കാറുണ്ടോ? ശരിക്കും ഇല്ല, എനിക്ക് പതിനൊന്നും ആവതില്ല. ഇപ്പൊ അല്ല, നേരത്തെ കിട്ടിയിട്ടുണ്ട്. വർത്താനം മാത്രമേ ഇടയ്ക്കൊന്ന് ഇങ്ങനെ എന്താ ഇതിനുള്ളത് പിന്നെ തിരിച്ചു തരാൻ. ശരിക്കും നിങ്ങളെ രണ്ടുപേരെ ഇങ്ങനെ ഒരുമിച്ച് കാണുമ്പോ ഭയങ്കര ക്യൂട്ടാണ് കേട്ടാ. ലൈക്ക് ടച്ച് വുഡ് എന്താ വെച്ചാ മറ്റേ ബമ്പർ ചിരി ഷോ ഇല്ലേ, ആ ഷോയില് വന്നപ്പോഴത്തേക്കും അവർ പറയണ്ടായിരുന്നു നിങ്ങൾ എത്ര നാളായി കല്യാണം കഴിച്ചു? 2-3 വർഷമായി. അപ്പൊ എത്രാം ക്ലാസ് പഠിക്കുകയായിരുന്നോ അങ്ങനെ എന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ലൈക്ക് വെൻ ഡിഡ് യു ഗൈസ് ഗെറ്റ് മാരിഡ്? ഞാനൊരു 25-ല് 24 നമ്മൾ കൊറോണ വന്ന സമയത്ത് മാർച്ച് ആ ഗ്യാപ്പില്. ഹിബന്റെ വയസ്സ് ഹിബ പറയില്ല കേട്ടോ. പറഞ്ഞു നമ്മള് ആനിവേഴ്സറി പറയില്ലേ, അപ്പൊ പെൺകുട്ടികളുടെ വയസ്സ് നമ്മൾ അങ്ങനെ നിർബന്ധിച്ച് പറയാം. വേണ്ട, ഇരിക്കട്ടെ. അപ്പൊ നിങ്ങള് പുറത്തേക്ക് ഇറങ്ങുമ്പോ ആൾക്കാർ നിങ്ങൾ യങ് കപ്പിളാണെന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ടോ? എന്നെ കണ്ടിട്ട് ഒരു പ്രാവശ്യം അനിയനാണോന്ന് ചോദിച്ചിട്ടില്ല. ചേച്ചിക്ക് എന്തോ ഒരു ചോദിച്ചാൽ എന്തോ ഒരു കുഴപ്പമുണ്ടായിട്ട് ദേഷ്യം പിടിച്ച് ചേച്ചിയുടെ താനീതല്ല അതെന്റെ ഭർത്താവാണെന്ന് പറഞ്ഞ ഞാനൊന്നും പറഞ്ഞു. പിന്നെ ആ സൂപ്പർ മാർക്കറ്റിൽ അവിടെ 2-3 കൗണ്ടർ ഉണ്ട്. പിന്നെ ആ കൗണ്ടറിൽ ബില്ലടിക്കാൻ പോകില്ല, വേറെ കൗണ്ടറിലേക്ക് പോകും. ചേച്ചി എടുക്കണം, ഞാൻ പോകണില്ല സ്ഥലത്ത് പോകില്ല. ഇതേപോലെയുള്ള വേറെ വേറെ ചോദ്യങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ ഹിബ പുറത്തേക്ക് ഇറങ്ങുമ്പോ? ടോപ്പാക്കണ ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാനില്ല. പിന്നെ ഫസ്കാക്കിന് എങ്ങനെ സൈക്കിൾ ഇതൊക്കെ ചോദിക്കാറുണ്ട്. അത് നന്നായിട്ട് ഓർമ്മയുണ്ട് കേട്ടോ. പിന്നെ ഫസ്കാക്ക് ഭയങ്കര കോമഡി ആണല്ലോ എന്നൊക്കെ പറയും. പക്ഷെ നാട്ടുകാർ മൊത്തം പറയുന്നത് ഹിബയാണ്, ഹിബയുടെ വർത്താനം കേൾക്കാനാണ് ഇഷ്ടം. ഹിബയാണ് ഭയങ്കര നല്ല രസം. ഭയങ്കര ചളിയാണ്, ഓരോന്ന് പറയും. എന്നിട്ട് വീഡിയോയിലിങ്ങനെ
പറയാ അത് കഴിഞ്ഞിട്ട് വെറുതെ ചളി അടിക്കും എന്നിട്ട് ഇന്നെങ്ങനെ തോണ്ടു ചിരിക്ക് വീഡിയോയിൽ എന്നെ കോമഡി കൊളാകല്ലേ ചിരിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ വരുന്നതൊക്കെ എഡിറ്റ് ചെയ്ത് കളയാറുണ്ടോ? ഇല്ല ഫസ്റ്റ് ഒന്നും ഇവിടെ ചെയ്യില്ല സ്കോർ ചെയ്യുന്നൊക്കെ എഡിറ്റ് ചെയ്ത് കളയുന്ന എന്നിട്ട് ഫസ്റ്റ് എന്നിട്ടും രക്ഷയില്ല. എന്നിട്ട് ഫസ്റ്റ് ടോപ്പ് ആക്കി വെക്കും. അല്ലെങ്കിൽ ഞാനിപ്പോ കല്യാണത്തിനൊക്കെ പോവാണെങ്കിൽ ഇന്നങ്ങനെ ആരും തിരിച്ചറിയൊന്നുമില്ല. ഇവളെ കൂട്ടുകാരാണ് ഫുള്ള് എല്ലാരും ഫാൻസ്. പിന്നെ ഇവക്ക് എന്താ ഫാൻസ്, കണ്ടമാനം ഫാൻസ് ഉണ്ട്. അങ്ങനെ പറയാൻ വേണ്ടി പറഞ്ഞു നേരത്തെ മേലൊന്നും പറഞ്ഞു ഇത് പറയാൻ വേണ്ടി. സത്യമായിട്ട് നിങ്ങളെ യൂട്യൂബിലെ കമന്റ്സ് ഒന്നും ചെക്ക് ചെയ്യാറില്ലേ? ഫസ്റ്റ് എല്ലാവർക്കും ഇഷ്ടാ. അല്ലല്ല ഇവളെ ഇഷ്ടം. അപ്പൊ ഭാര്യ ഭർത്താവ് എന്നാ പറഞ്ഞ ഞാൻ അങ്ങോട്ട് പോയാ. അപ്പൊ ആൾക്കാർക്ക് നിങ്ങളെ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ ഒരു അടിപൊളി വൈബ് കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ കുറെ നാളായിട്ട് നമുക്ക് അറിയുന്ന ഒരു ഫ്രണ്ടിനെയൊക്കെ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ ഒരു ലവ് മാരേജ് ആയിരിക്കണം. നിങ്ങളുടെ ഈ ഒരു സംഭവം, ഒരു കല്യാണം എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുപിടിച്ചതെന്ന് കേൾക്കട്ടെ. അത് പകുതി അറേഞ്ച്ഡാ, പകുതി നമ്മൾ തന്നെ കണ്ട് ഇഷ്ടപ്പെട്ടു. കഥ ഒന്ന് എലോബറേറ്റ് ചെയ്ത് പറയും നമുക്ക്. അത് നമ്മളെ എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആണ്. ശരി ഇത് പറയാൻ പറ്റൂല. അത് ഞങ്ങള് യൂട്യൂബിൽ ഇതിനായിട്ട് പറഞ്ഞിട്ടില്ല, 2-3 കൊല്ലമായിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്, ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഈ കുട്ടിയൊക്കെ ഉണ്ടായിട്ട് കുട്ടീന്റെ കൂടെ കുട്ടീന്റെ കൂടെ ഇരുന്നിട്ടേ പറയുള്ളൂ. ഓക്കെ, അപ്പൊ അറേഞ്ച് മാരേജ് ആണ്. പകുതി പകുതി മാട്രിമോണി അല്ല കണ്ടിട്ടുള്ള പരിചയം തന്നെ. അത് കഴിഞ്ഞിട്ട് നമ്മള് ഇഷ്ടപ്പെട്ടിട്ട് നമ്മള് അറേഞ്ച് മാരേജ്. റിലേറ്റീവ്സ് ആയിരുന്നു അല്ലേ നിങ്ങൾ? ഡിസ്റ്റന്റ് ആയിട്ട് റിലേറ്റീവ്സ് ഒന്നല്ല. പിന്നെ എങ്ങനെയാ അശ്വമേധം കളിക്കണ മാതിരി ആയില്ലോ ദൈവമേ. എന്നാലും ചെറുതാണ് അങ്ങനെ നമ്മൾ ഇതാക്കാൻ പാടില്ലല്ലോ. കുറച്ച് പറയാം, എങ്ങനെയാണ് നിങ്ങൾ കണ്ടത്? മസാല ചേർത്ത് പറഞ്ഞു സമാധാനം. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ എലോബറേറ്റ് ചെയ്ത് നിങ്ങളുടെ ചാനലിൽ പറഞ്ഞോളൂ. ഞാൻ ഇവളെ കണ്ടതാണ്, ഇവളെ കോളേജിൽ നിന്ന് കണ്ട് ഇഷ്ടപ്പെട്ടു. ഓഹോ ശരി, ഫുള്ള് പറഞ്ഞില്ലേ? അത് ഫുള്ള് എങ്ങനെ സീനിയർ ആണോ ക്ലാസ്മേറ്റ് അങ്ങനെ തന്നെ ആക്ട് ചെയ്തു ഫുള്ള് പറഞ്ഞ പോലെ. അല്ല എന്റെ കോളേജിലൊന്നും അല്ല. മൂപ്പരെ പെങ്ങള് പഠിച്ചത് നിങ്ങളുടെ കോളേജിലായിരിക്കും. എനിക്ക് പെങ്ങളില്ല. എങ്ങനെ കോളേജ്, പിന്നെ എന്തിനാ കോളേജിൽ പോയത്? കോളേജിൽ ഞാൻ അത് വഴി പോയപ്പോ കണ്ടതാ. കോളേജിൽ വെറുതെ പോയപ്പോ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോയതാ. എന്നിട്ട് കിട്ടിയ കോളേജില്? അല്ല, ഞാൻ അതിന്റെ മുന്നേ കോളേജ് കഴിഞ്ഞതായിരുന്നു. പിന്നെ വെറുതെ ഒരു അഡ്മിഷൻ കിട്ടുമോ നോക്കി പോയതാ. എന്നിട്ട് ഈ അഡ്മിഷൻ എന്നിട്ട് ഈ അഡ്മിഷൻ കിട്ടി. ഇപ്പൊ പുതിയൊരു അഡ്മിഷൻ വരാനിരിക്കും. മൊത്തം ഒരു അഡ്മിഷൻ കളിയാല്ലേ? കൊള്ളാം. എന്നിട്ട് വീട്ടിൽ പറഞ്ഞിട്ട് അവര് നിങ്ങൾ അഡ്മിഷൻ എടുത്തോ? വീട്ടിൽ വന്നിട്ട് അഡ്മിഷൻ വാങ്ങി. 2 വീട്ടിലും വാങ്ങി. അപ്പൊ പെട്ടെന്ന് തന്നെ സെറ്റായി. കുറച്ചാദ്യം എല്ലാരും ഒരു ഇത് പറയുമല്ലോ, അതുപോലെ പിന്നെ നമ്മൾ പറഞ്ഞപ്പോ സമ്മതിച്ചു. ഹിബയുടെ പാരന്റ്സ് ആഫ്റ്റർ ഓൾ എന്തൊക്കെ പറഞ്ഞാലേ ഹിബന്റെ കൂടെയാണ് നിക്കുന്നതെന്ന് എനിക്ക് ഹിബന്റെ വീഡിയോസും സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും തോന്നിയിട്ടുണ്ട്. ശരിയല്ലേ? അതെ. ലൈക്ക് വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു ഗേൾ ആണ്. അപ്പൊ സാധാരണ അല്ലെങ്കിൽ പ്രശ്നം ഞാൻ ബോൾഡ് എന്നാണ് കേട്ടോ പറഞ്ഞത്, എല്ലാവരും അവിടെ തന്നെ ബോൾട്ട് കേൾക്കരുത്. അപ്പൊ വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു ഗേൾ. അപ്പൊ ഇത്ര ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുമ്പോൾ, അതായത് സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങളിൽ ഇങ്ങനെ ഉറച്ചു നിൽക്കുന്ന കൈൻഡ് ഓഫ് ഒരു ഗേളിനെ കല്യാണം കഴിക്കുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി ഡിസ്പ്യൂട്ട്സ് വന്നേക്കാം, വഴക്കുണ്ടാക്കാം. എങ്ങനെയാണ് അത് ടാക്കിൾ ചെയ്യാനായിട്ട്? ഈസി ആണോ? അത് ഇടയ്ക്ക് ഷോപ്പിങ്ങിനും ഉണ്ടോ കച്ചറാവുമ്പോ, അപ്പൊ കുറച്ച് സമാധാനം കിട്ടും. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പൊ ഞാൻ പറയും നമുക്ക് ഷോപ്പിങ്ങിന് പോകാന്ന് പറയും. അവള് ഭയങ്കര ഹാപ്പിയാ. പിന്നെ അത് മറന്നു നല്ലൊരു ഐഡിയ ആണ്. എല്ലാ ഭർത്താക്കന്മാരും എല്ലാരോടും പറഞ്ഞു കൊടുക്കണ്ട, നൈസായിട്ട് ഞങ്ങൾ മാത്രം ചെയ്യുന്നത്. ദേഷ്യം പൈസ ഉണ്ട്, കാർക്കി ഉണ്ട്, നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. അല്ല, അവസാനം അങ്ങനെ തന്നെ ചെയ്യാറ്. എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടായാൽ പിന്നെ എന്നാ നമുക്ക് പുറത്തു പോവാം, എന്നിട്ട് ഷോപ്പിങ്ങിന് പോകുമ്പോഴാണ് റെഡി ആവുക. ഫുഡ് കഴിക്കാറ്. എന്താണ് ഷോപ്പിങ്ങിന് പോയിട്ട് അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഏറ്റവും വാങ്ങാനായിട്ട് ഇഷ്ടമുള്ള ഒരു 30 വാങ്ങിക്കുന്ന സാധനം? അത് എന്നോടല്ലേ അവളോടല്ലേ ചോദിക്കേണ്ടേ? ഇവളെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകല്. പക്ഷെ കൂടെ പോവില്ലേ? ഞാനൊരു സൈഡിൽ പോയിട്ട് ഇരിക്കും, ബാക്കി ഇവളല്ലേ ചെയ്യാ. ഓ, നിങ്ങൾ മറ്റേ യൂഷ്വൽ ആണുങ്ങളുടെ സ്വഭാവം. ഞാൻ സോഫാണ് ഫസ്റ്റ് നോക്കാം, അവിടെ പോയിട്ട് ഇരിക്കും. എനിക്ക് മനസ്സിലാവില്ല, എന്തെല്ലാം ആണുങ്ങൾ അങ്ങനെ. നിങ്ങൾക്ക് നമ്മുടെ കൂടെ വരാൻ പാടില്ലേ? അതെ, അങ്ങനെ വരാനൊക്കെ. എന്നിട്ട് ഇവള് ഡ്രസ് ഇട്ട് കഴിഞ്ഞാൽ എന്നെ വിളിക്കും. അപ്പൊ ഞാൻ പോയിട്ട് പറയും നല്ലത് സെലക്ട് ചെയ്തോളൂ. എല്ലാം നല്ലതായിരിക്കും അല്ലേ ഹിബ? നമ്മൾ ഇട്ടിട്ട് വരുന്ന എല്ലാം നല്ലതായിരിക്കും. അപ്പം അതാണ്. ചിലതൊക്കെ ഞാൻ നല്ലതല്ലാന്ന് പറയും, മൊത്തം വാങ്ങാൻ പറ്റൂലല്ലോ. അപ്പം അങ്ങനെ ഷോപ്പിങ്ങിന് കൊണ്ടുപോയിട്ട് പിണക്കം മാറ്റുന്ന ഒരു ഇതാണ്. എത്ര രൂപ വരെയൊക്കെ പൊടിക്കുമായിരിക്കും അങ്ങനെ കൊണ്ടുപോവാണെങ്കിൽ?
ഒരു ഡ്രസ്സിന് എന്തായാലും ഇവരെ ഒരു സെറ്റിനൊക്കെ ഒരു 3000 റുപ്യൊക്കെ ഉണ്ടാവും, 2500 റുപ്യൊക്കെ ഉണ്ടാവും. അപ്പൊ ഒരു ഡ്രസ്സൊക്കെ വാങ്ങിപ്പിക്കുള്ളൂ. ഒരു ഡ്രസ്സ് ചിലപ്പോൾ അവൾക്ക് 2 ഡ്രസ്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ 2 മേടിച്ചോളൂ. ഓ സ്നേഹനിധിയായ ഭർത്താവ് എന്ത് വെച്ചാൽ വാങ്ങിച്ചു തരും. അല്ല ഞാനല്ല വാങ്ങിക്കുന്നത്, ഇവളെ രണ്ടാളും കൂടി ഉള്ള എമൗണ്ട് ആണല്ലോ. ഇവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇവളെ തന്നെ മേടിക്കും. പക്ഷെ എന്നാലും ഞാൻ ചോദിക്കൂട്ടോ, ഞാൻ എടുക്കട്ടെ അപ്പൊ ആയിക്കോട്ടെ പറയും. ആ ഒരു മൂളല് കേൾക്കാം. നല്ലത് എപ്പോഴും പ്രൈസ് കുറച്ചുള്ള നല്ല ക്വാളിറ്റി ഉള്ള സാധനം മാത്രം എടുക്കും, ഓവർ പൈസ എടുക്കില്ല. അടിപൊളി. ആക്ച്വലി യൂട്യൂബ് ചാനൽ ആദ്യം ഹിബ മാത്രം ഒറ്റയ്ക്കല്ലേ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് എങ്ങനെയാണ് ഹസ്ബൻഡിനെ ഇതിനകത്തേക്ക് കൊണ്ടുവരാം? ആൻഡ് ഹൗ ഡിഡ് യു കൺവിൻസ് ഹിം? അത് ഇവള് ഫസ്റ്റ് മത്തിക്കറിന്റെ ഒരു വീഡിയോ വെച്ചിട്ടാ തുടങ്ങിയത്. മത്തിക്കറി എങ്ങനെ? മത്തിയല്ല, മറ്റേ വത്തലോ എന്തായാലും പറയാ, നത്തോലി ഇവരവിടെ നത്തോലി എന്നാ പറയാ. മീന് നിങ്ങൾ എന്തായാലും പറയുന്ന ബത്തലോ? ഇവിടെ ബത്തല്, കൊഴുവ മീന്, നത്തോലി എന്നല്ല പറയാ. നത്തോലി ഒരു ചെറിയ മീനല്ല, അത് അവര് പറയുന്ന, ഞാൻ പറയുന്ന കൊഴുവാന്ന. എറണാകുളത്തല്ല, എറണാകുളത്ത് നത്തോലി എന്നല്ല അങ്ങനെ പറയും. ഞാൻ കൊഴുവാന്ന് പറയാ. പക്ഷെ ബത്തല് ഞങ്ങൾ ഇങ്ങനെ പത്തല് വെട്ടി അടിക്കുന്നൊക്കെ എന്റെ അമ്മേനോട് പറയാറുണ്ട്. അത് മട്ടലല്ലേ? മട്ടല് വേറെ, എന്തൊക്കെ കേസ് വന്നത്. അത് വേറെ സാധനം. പത്തല് വെട്ടി അടിക്കുന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെ മീനിനെ പറയുന്ന പത്തലെന്ന്, സോറി ബത്തൽ. അപ്പൊ ഫസ്റ്റ് ഉള്ള വീഡിയോ അതാണ്, ബത്തൽ എങ്ങനെ ഉണ്ടാക്കാം, കറി. അത് കല്യാണത്തിന് മുമ്പോ ശേഷോ? നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുടങ്ങി. കൊറോണ അപ്പോ ലോക്ക്ഡൌൺ സമയത്ത് വന്ന ഒരു വിനോദമായിരുന്നു യൂട്യൂബ് ചാനൽ. പിന്നീട് എപ്പോഴും ഇതപ്പോ ഒരു സീരിയസ് ആക്കി എടുക്കാം. ആൻഡ് എങ്ങനെ കൊണ്ടുവന്നു പറഞ്ഞില്ല ഫൈസിക്കാനെ? ഞാൻ ചോദിച്ചിട്ടുണ്ടോന്ന്, ഉണ്ടാവുന്നൊക്കെ പറഞ്ഞു. അപ്പം വലിയ ഇതൊന്നുമില്ല. അപ്പൊ ഇവിടെ ആയിരുന്നു, ഇപ്പൊ പോവാനും കഴിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞ വീട്ടിൽ പെട്ടുപോയി. ഇവിടുന്ന് പോണെങ്കി പിന്നെ കുറച്ച് അല്ല, ആ സമയത്ത് നമ്മള് മാർച്ച് 1 കഴിഞ്ഞത്. നിക്കാഹ് കഴിഞ്ഞാൽ ഒരുമിച്ച് നിക്കാലോ അല്ലെ? ഇവിടെ കോഴിക്കോട് നിക്കാൻ പാടില്ല ശരിക്കും. അത് കല്യാണം കഴിഞ്ഞാൽ നിക്കാൻ പാടുള്ളൂ. എന്നിട്ട് മലപ്പുറത്ത് നിക്കാം. അപ്പൊ എന്താ നിക്കണേ? മലപ്പുറത്തല്ലേ നിക്കുന്നത്? അപ്പൊ അങ്ങനെ വിളിച്ച് കുറച്ച് ഡിമാൻഡൊക്കെ ഇട്ട് പിന്നെ ടോപ്പാക്കിട്ട് കൊണ്ടുവന്നു. അന്നേ ടോപ്പാക്കാൻ തുടങ്ങിയതാണ്. നേരെ ടോപ്പാക്കി ഒറ്റ ഞങ്ങളെ ഭാഷയിൽ പറയുന്നത് ഏർ കയറ്റുന്ന. എന്നിട്ട് പിന്നെ ഇത് എപ്പോഴാണ് ഒരു സീരിയസ് ബിസിനസ് ആക്കി എടുത്തത്? ഓക്കെ, യൂട്യൂബ് നമ്മൾ വളരെ കാര്യമായിട്ട് ചെയ്യാം എന്നുള്ളൊരിത് അത് എനിക്ക് മനസ്സിലായി കുറച്ച് കഴിഞ്ഞപ്പോ. അതിന്ന് റവന്യൂ ഒക്കെ ജനറേറ്റ് ആവുന്നു പിന്നെ മനസ്സിലായ. അപ്പൊ സീരിയസ് ആക്കി. അല്ല, ഞാനിപ്പോ ഇവിടെ വന്നിരുന്നപ്പോ ഇവര് ഇന്റർവ്യൂവിനെ പറ്റി സംസാരിക്കുമ്പോ രണ്ടാളും ഇങ്ങനെ ക്യാമറയെ പറ്റിയിട്ടും കാര്യങ്ങളൊക്കെ ഭയങ്കര നന്നായിട്ട് അറിയാം. അപ്പം കോണ്ടന്റിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് മൂപ്പരാണോ? കോണ്ടന്റും കാര്യങ്ങളൊക്കെ ആരാ പ്ലാൻ ചെയ്യുന്നത്? രണ്ടാളും ചെയ്യണം, മാറി മാറി നിങ്ങൾ ചെയ്യുന്നുള്ളതാണ്. കിട്ടണ കണ്ടന്റ് ചെയ്യാ, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ പറയും അനക്കെന്താ പണി, ഒരു കണ്ടന്റ് കണ്ടുപിടിച്ചൂടെ, വെറുതെ കണക്കാണ്. എന്തിന്റെ പേരിൽ അപ്പൊ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ മാക്സിമം വഴക്കുണ്ടാവണതിന്റെ ഒരു റീസൺ? അത് വളരെ ചെറിയ റീസൺസ്, വലിയ കാര്യങ്ങൾക്കൊന്നും അടി ഉണ്ടാവില്ല. എന്തെങ്കിലും ചെറിയ ചെറിയ ഇഷ്യൂസിനൊക്കെ. പിന്നെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഒരു ചെറിയ കാര്യം കണ്ടന്റ് കണ്ടുപിടിച്ചാൽ അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ സീനാകും. ഞാൻ മാത്രാണ് ചെയ്യണേ, ക്യാമറ ഞാൻ എടുക്കണോ, വീഡിയോ ഞാൻ എടുക്കണോ, എഡിറ്റ് ചെയ്യണോ, നിനക്കെന്താ പണി? അഭിനയിച്ചു പോയാ സിനിമ നടിയോ? അതെങ്ങനെയൊന്നും എടുത്തോട്ടെ വിചാരിച്ച് പറയുന്നത്, അല്ലാണ്ട് ജസ്റ്റ് പുഷ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഒരു മോട്ടിവേഷൻ ആയിട്ട് അതിനെ കാണാം. അങ്ങനെ ഫൈനലി വഴക്കുണ്ടായാലും ലാസ്റ്റ് ഷോപ്പിങ്ങിന് കൊണ്ടുപോകുന്നു. അല്ല, ഇവിടെ ഒരു ഐഡിയ ഉണ്ട്, ഇവിടെ എപ്പോഴും കച്ചറുണ്ടാക്കും ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിട്ട്. അങ്ങനത്തെ ഒരു സംഭവം സൈക്കോളജിക്കൽ പറയാതല്ലേ? ഓക്കെ. ഹിബ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഹിബ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ബന്ധുക്കളൊക്കെ ഭയങ്കര സീനായിരുന്നു. എന്തിനാ യൂട്യൂബ് തുടങ്ങുന്നത്, എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു. അതെ, ഞാൻ ഒറ്റക്കായപ്പോ ആർക്കും വലിയ കുഴപ്പമില്ലേനി. ഫസ്റ്റ് കാക്കിനും കൂടി കൊണ്ടുവന്നപ്പം നമുക്കൊക്കെ സീനായി തോന്നുന്നു. എന്താ സീനാവാൻ കാര്യം? അതിപ്പോ എന്താ, ഹസ്ബൻഡുമാര് കൊണ്ടുവരുന്ന വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ? അപ്പം ഇവരുടെ ഒരു കോൺസെപ്റ്റില് ഹസ്ബൻഡ് എന്ന് പറയുമ്പോ ആ ഒരു അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം എന്നുള്ളൊരു ചിന്തപ്പാടായിരുന്നു. ആണുങ്ങൾ പറഞ്ഞ അങ്ങനെ ജോലി എടുക്കുക, അങ്ങനെ പെണ്ണുങ്ങൾക്ക് പിന്നെ ജോലി എടുക്കുകയും ചെയ്യാം, എടുക്കാണ്ടിരിക്കുകയും ചെയ്യാം. അതുകൊണ്ടൊക്കെ ആയിരിക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം. ഞാൻ ആക്ച്വലി വേറൊരു വീഡിയോയിൽ ഹിബ സംസാരിക്കണത് കണ്ടിരുന്നു. അതായത്
എക്സ്ട്രീം എക്സ്പോസിങ് ഓഫ് എവറിഥിങ് ഇൻ ദ ഫാമിലി എന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു അതിനകത്ത്. പക്ഷെ അത് ആക്ച്വലി സംസാരിക്കേണ്ട കാര്യമാണ്, ഇപ്പോഴത്തെ പെൺകുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കാരണം ഹിബേരെ മാതിരി ആഗ്രഹമുള്ള ദർ ബി ലൈക്ക് 100 and thousands of girls out there. അപ്പൊ അവർ ഈ സംഭവം കാണുമ്പോഴത്തേക്കും അവർക്ക് ഒരു ഭയങ്കര എൻകറേജ്മെന്റ് ആണ് ടു കം ഫോർവേഡ് ആൻഡ് ഡു സംതിങ്, ഈവൻ ഐ കൻ ഓൾസോ ബി ദെയർ എന്നുള്ളൊരു സംഭവം. അപ്പം ആക്ച്വലി ഞാൻ ചോദിക്കട്ടെ, എവിടെ നിന്നാണ് അങ്ങനെ ഒരു കറേജ് വന്നത്, ലൈക്ക് ഐ നീഡ് ടു സ്പീക്ക് അപ്പ് എന്നുള്ള രീതിയിൽ? അങ്ങനെ വെച്ചാലിപ്പോ എന്താ, ഒരു മൂഡിൽ അങ്ങോട്ട് വന്നപ്പോഴല്ലേ പറഞ്ഞ പറഞ്ഞതിന് ശേഷം എല്ലാരും ഇത് മാറിയിട്ടുണ്ട് കേട്ടോ. ആണല്ലേ? അന്ന് ഒരു ഡോസ് കൊടുത്തപ്പോ എല്ലാരും നൈസായി. പിന്നെ ആരും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാനത് അതായത് ചോദിക്കാൻ വന്നത്. അത് ഈ പറഞ്ഞ ആൾക്കാർ എന്ന് പറഞ്ഞാല് ഒരു എക്സ്ട്രീം ടീമുണ്ട്. ഇപ്പൊ കുടുംബത്തിൽ നമ്മള് നൈസായിട്ട് ഇങ്ങനെ നമുക്ക് പ്രശ്നമില്ല, പക്ഷെ ഒരു എക്സ്ട്രീം നമ്മളിങ്ങനെ ടാർഗറ്റ് ചെയ്തിട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവരെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പൊ അവരുടെയൊക്കെ ഒരു റെസ്പോൺസ് എന്തായിരുന്നു പിന്നീട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും? പിന്നെ മിണ്ടൂല. ആണോ? ഇതുവരെ കോംപ്രമൈസ് ആയിട്ടില്ല? അങ്ങനെയല്ല, അങ്ങനത്തെ ആൾക്കാർ എനിക്ക് അറിയൂല ആരൊക്കെയാണെന്ന്. നമ്മളെ അറിയുന്ന ആൾക്കാർ തന്നെ ആയിരിക്കും, പക്ഷെ നമ്മളറിയാണ്ട് നമ്മളെ കുറ്റം പറയുന്ന ആൾക്കാരായിരിക്കൂലേ. മെയിൻ ആയിട്ട് ഈ പാരന്റ്സിനോടാണല്ലോ ഇത് പറയാ, നമ്മളോട് ഇങ്ങനെ നേരിട്ട് വന്നിട്ട് അങ്ങോട്ട് പറയില്ല. മെയിൻ ആയിട്ട് പാരന്റ്സിനോടാ പറയാ. പിന്നെ പക്ഷെ ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഹിബ ഈ പറഞ്ഞത്. എനിക്ക് ജനറലൈസ് ചെയ്ത് എന്റെ ഫാമിലിയിലുള്ള കുറെ ആൾക്കാരുടെ അടുത്തും കൂടെ പറയാനുള്ള, അതായത് നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാനിത് മൊത്തം ഇരുന്ന് കേൾക്കണേ, ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് ഇത് ഞാൻ മൊത്തം കുത്തിയിരുന്ന് കേട്ടു, കാരണം അത്രയും നമുക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള സംഭവമായിരുന്നു. അപ്പം ഏറ്റവും ടോക്സിക് ആയിട്ട് തോന്നിയിട്ടുള്ളത് എന്താണ് ഇവർ വന്ന് പറയുന്നതില്? അല്ല, എനിക്ക് എന്നോട് നേരിട്ട് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, അതിന് ഉത്തരം കൊടുക്കാൻ എനിക്കറിയാം. പക്ഷെ നമ്മളെ പാരന്റ്സ് തന്നെ വയസ്സായ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് എന്താണ് നിങ്ങളെ മോളിങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്തൂടെ എന്നൊക്കെ പറയുമ്പോ ഒരു ആ സെൻസിൽ എടുക്കണം എന്നില്ലല്ലോ. അപ്പൊ അവർക്ക് അതൊരു വിഷമാവൂലേ. അപ്പൊ അതെനിക്ക് തീരെ ഇഷ്ടമല്ല അങ്ങനെ പറയണേ. പറയണെങ്കിൽ മുഖത്ത് നോക്കി പറയണം. അപ്പൊ ആ ഒരു നിലപാട് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ആരെങ്കിലും അങ്ങനെ മുഖത്ത് നോക്കിയിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്റെ അടുത്തൊന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇതൊന്ന് നിർത്തിക്കൂടെ വയ്ക്കും. ഞാൻ പറയും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കാണണ്ട, ആരെങ്കിലും നിർബന്ധിച്ചു വയ്ക്കും. അപ്പൊ ഒരു കയറി പോവും. അത് കുഴപ്പമില്ല, നമ്മളോടല്ലേ പറയണേ. ഇപ്പൊ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു അന്നൊക്കെ ചെയ്തല്ലാണ്ട് ഇപ്പൊ ആരും അങ്ങനെ ഒന്നും സംസാരിക്കുന്നില്ല. എന്താന്നറിയില്ല, ഇപ്പൊ ആരും സംസാരിക്കുന്നില്ല. കാരണം അവർക്ക് മനസ്സിലായി റീലം കൊണ്ട് എന്താ ഇവർക്ക് എന്താ ഗുണം ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും, അതിനെ കൊണ്ടൊന്നും സംസാരിക്കാതെ. ഇത് എന്താണ് സംഭവം എന്ന് അറിഞ്ഞു വന്നു കഴിഞ്ഞാണ്ടല്ലോ ആൾക്കാര് ഇവൻ ദേ വിൽ ഓൾസോ സ്റ്റാർട്ട് ലൈക്കിങ് ഇറ്റ്. കിട്ടിയ ഒരു ചാൻസിന് അവരും തുടങ്ങും. ഫസീനെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത് നിന്റെ ഭാര്യ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ള ചോദ്യം ഡെഫിനറ്റ്ലി നേരിട്ടിട്ടുണ്ടാവില്ലേ? എന്നോട് അങ്ങനെ ആരും ചോദിച്ചിട്ടില്ല. ആണോ? സത്യമായിട്ട് ഞാൻ വെറുതെ പറയല്ല, പക്ഷെ എന്നോട് അങ്ങനെ ആരും ചോദിച്ചിട്ടില്ല. കാരണം ഞാൻ വേറെ ആരോ കാര്യങ്ങളിലും അങ്ങനെ വന്നിട്ട് അഭിപ്രായം പറയാറില്ല. ഞാൻ ഇന്റെ കാര്യം മാത്രമേ ഇങ്ങനെ നോക്കാറുള്ളൂ. അപ്പൊ അവരെന്റെ കാര്യത്തിലും അങ്ങനെ ഇടപെടില്ല. ഇപ്പൊ ഫ്രണ്ട്സ് ആയാലും ആരായാലും എന്നോടൊന്നും ചോദിച്ചിട്ടില്ല. ഇല്ലല്ല. ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ആ സമയത്തുള്ള മാരേജ് ഫംഗ്ഷൻസ് പോലും അവോയ്ഡ് ചെയ്യുന്നു. വേറെ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ആൾക്കാർ വന്ന് സെൽഫി എടുക്കുന്ന ഒരു ഇതിനകത്തേക്കും കൂടെ എത്തിയിട്ടുണ്ട്. അപ്പം ഈ ഒരു രണ്ട് സമയത്തെ ഉള്ള ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് കമ്പയർ ചെയ്ത് പറയാൻ പറ്റുമോ? ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യം സെൽഫി ഒക്കെ എടുക്കും. ആദ്യം നമുക്ക് ഇപ്പൊ ഉള്ള ഓഡിയൻസിനെ കാട്ടി കൂടുതൽ കുറച്ചു കാലം മുന്നായിരുന്നു സത്യം പറഞ്ഞു. അതെ, നമ്മളാ കൊറോണ പീക്ക് സമയത്തൊക്കെ ആയിരുന്നു കൂടുതൽ ഓഡിയൻസ്. അപ്പൊ അപ്പോഴും സെൽഫി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് ഈ വർത്തമാനം ഉണ്ടായിരുന്നു. നേരത്തെ നമ്മള് പറഞ്ഞ പോലത്തെ ഒരു ചെറിയൊരു ഇങ്ങനെ ടോക്ക് വരായിരുന്നു. പക്ഷെ ഇപ്പൊ ആ ടോക്ക് വരുന്നില്ല. മാത്രമല്ല ഇപ്പൊ എല്ലാവരും ഭയങ്കര കുറച്ചുകൂടി നൈസായി. എല്ലാവരും എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല, എല്ലാവരും ഭയങ്കര നൈസാ. അപ്പൊ നമ്മളോട് പെരുമാറ്റമൊക്കെ അല്ലെ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിക്കാറൊന്നുമില്ല. പിന്നെ അവരെന്നെ ഇപ്പൊ റിലേറ്റീവ്സ് ഒക്കെ ഇപ്പൊ ചോദിക്കുന്ന പറഞ്ഞാല് നമുക്കൊരു ഷോപ്പിൽ വീഡിയോ എടുത്ത് തരുമോ, അങ്ങനെ പ്രൊമോഷൻ ഒക്കെ ചോദിക്കും. അങ്ങനെ ഇനിയിപ്പോ എന്തായാലും നമ്മള് ഫാമിലിനെ കുറച്ച് എക്സ്പോസ് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു. ഇനി ഞാൻ നിങ്ങളെ ഒരു കുഞ്ഞ റാപ്പിഡിലേക്ക് ഇപ്പൊ അങ്ങ് കൂട്ടിക്കൊണ്ട് പോവാണ്. ഇല്ല അങ്ങനെയൊന്നുമില്ല, വളരെ സിമ്പിൾ റാപ്പിഡ് ഫയർ ആണ്. പെട്ടെന്ന് നിങ്ങൾ എനിക്ക് ഉത്തരം തരണം. ഓക്കെ, ആദ്യം ഞാൻ ഹിബേനെ അടുത്ത് ചോദിക്കാം. ഫസീൽ ഹിബയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഭാവം എന്താണ്? പെട്ടെന്ന് ഉത്തരം തരണം, ചിന്തിക്കാനൊന്നും സമയമില്ല. ആദ്യം നോ പറയും, പിന്നെ യെസ് പറയും. ഈ പറഞ്ഞിട്ട് യെസ് ആക്കുന്നതാ. അല്ല ഫസ്റ്റ് ഞാൻ അങ്ങനെ ടെസ്റ്റ് ചെയ്യുന്നതാ, എന്ത് അവൾക്ക് കാര്യമായിട്ട് വേണ്ടിയെന്നാണോ. അപ്പൊ പിന്നെ നല്ല എഡമെന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും യെസ് ആണ്. അല്ല അതിന്റെ സത്യം ഞാൻ പറയട്ടെ, നോ പറഞ്ഞാലും ഇവ അനുസരിക്കില്ല.
ഞാനൊന്ന് കുറച്ചൊന്ന് ഇതാക്കി സൈക്കോളജിക്കൽ മൂവ് ഇട്ടതായിരുന്നു. പാളി ഇനി ഹിബയില് ഫസിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? ഇവയിൽ ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാല് ബാക്കിയുള്ളവർ പറയുന്നൊന്നും കേൾക്കൂല, ഞാൻ പറയുന്നതാണ് ലാസ്റ്റ്. എന്താ ഇവക്ക് പറയാനുള്ളതാണ്? അതല്ല, ഇപ്പൊ ഞാനിപ്പോ എന്ത് പറഞ്ഞാലും കുറച്ചു നേരം ഇങ്ങനെ പറയെങ്കിലും പിന്നെ അവൾക്ക് കാര്യം മനസ്സിലാവും. അത് മാത്രല്ല ബാക്കിയുള്ളവർ പറയുന്ന കേട്ടിട്ട് എന്നോട് ഇങ്ങനെ വേണ്ടത്തെ ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഓൾക്കറിയാം നമ്മൾ നല്ലത് മാത്രമേ ചെയ്യുള്ളൂ. ഇനി നേരെ ഓപ്പോസിറ്റ് ആക്കാൻ ഞാൻ, അതായത് ഇഷ്ടമില്ലാത്ത സ്വഭാവം എന്താണ് ഹസ്ബൻഡില്? പെട്ടെന്ന് ചൂടാവും, ദേശക്കായോ എനിക്ക് പാവ മനുഷ്യനെ പോലെ. അതെന്ത് സംഭവം എന്നറിയാം, അത് നമ്മള് പെട്ടെന്നുള്ള ചൂടാവില്ല, അതപ്പൊ തന്നെ കഴിയും ചെയ്യും. അത്രേ ഉള്ളൂ. ഷോപ്പിംഗ് സമയത്തൊക്കെ ഷോപ്പിംഗ് സമയത്ത് എന്തിനാ ചൂടാവാറ് സാധാരണ? ഞാൻ പറഞ്ഞില്ല ഞാൻ എന്തിനാ ചൂടാവും, ഇവളെന്താ പറഞ്ഞെന്നുള്ള ഞാൻ കറക്റ്റ് പറഞ്ഞു. ഇവള് എന്നോട് പറയും നമുക്ക് ഇന്നൊരു സാധനം വാങ്ങാൻ വേണമെന്ന്. ഇപ്പൊ സൂപ്പർ മാർക്കറ്റിൽ എന്തെങ്കിലും വാങ്ങാൻ വേണ്ടി പോവാന്ന് പറയും. പക്ഷെ അവിടെ എത്തുമ്പോ ഇപ്പോൾ അതായിരിക്കില്ല വാങ്ങാം, വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കുറെ വാങ്ങും. അതെല്ലാ പെണ്ണുങ്ങൾക്കുള്ള. അപ്പൊ എനിക്ക് ചെറുതായിട്ടൊരു ദേഷ്യം വരും. അല്ല, ഇപ്പൊ നമുക്ക് നാളേക്ക് ഇപ്പൊ എന്തെങ്കിലും കണ്ടന്റിനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ കണ്ടാല് അപ്പൊ നമ്മള് വാങ്ങൂലേ? അത് നാളെ പോയി വാങ്ങിയാ മതി, നാളെ പിന്നെ വീണ്ടും പോണ്ടേ? പ്ലാനിങ് ഇവിടെ തെറ്റിക്കും. കേക്ക് വാങ്ങാൻ പോവാണെങ്കിൽ ആ കേക്ക് മാത്രം എടുത്തു തരണോ, ബാക്കിയുള്ളൊന്നും എടുക്കാൻ പാടില്ല. ഓ അങ്ങനെ എടുക്കാണ്ട് നിക്കലുണ്ടോ? അപ്പുറത്ത് പാൽപ്പാടാണോ, അപ്പൊ ഞാൻ എടുക്കൂ. അതൊക്കെയാണ് ഞങ്ങൾ ഷുഗർ ഒന്നും തിന്നാൻ പാടില്ല, നല്ലതല്ലല്ലോ. ഞാനിപ്പോ ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു പ്രഗ്നൻസി റൗണ്ടിലേക്ക് വരുന്നുണ്ടാവും. അത് ഹോസ്പിറ്റലിൽ എല്ലാ റൗണ്ട് ഇതാ റൗണ്ടല്ല, ഞാൻ ഗൈനക്കോളജി ഇതങ്ങനെയല്ല, എന്താണ് കഴിക്കാൻ ഇഷ്ടമുള്ളത് അങ്ങനത്തെ പ്രഗ്നൻസി റൗണ്ട്. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? അല്ല, ഞാൻ ഇപ്പൊ ചോദിച്ചത് ഹിബയ്ക്ക് ഫസീര് നമ്മൾ ഔട്ട് ഓഫ് ടോപ്പിക്ക് പോയേ, ഫസീര് ഇഷ്ടമില്ലാത്തല്ലേ ചോദിച്ചത്? തിരിച്ചു വന്നില്ലേ, മറക്കാൻ വേണ്ടി ചെയ്തേ. കുഴപ്പമില്ല വന്നു ഞാന്. ഇനി ഫസിക്ക് ഹിബയിൽ ഇഷ്ടമില്ലാത്തത് എന്താണ്? അങ്ങനെ ഒന്നുമില്ല, സത്യം എനിക്ക് എന്റെ ഇഷ്ടമില്ലാത്ത സ്വഭാവമൊന്നുമില്ല. അല്ല, ഒന്നൊന്നുമില്ല, കൊറേ ഇനി ഭാര്യ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താ? മാഗി. അല്ല ശരിക്കും ഞാൻ മാഗി ഒന്നും ഉണ്ടാക്കില്ല. ബിരിയാണി ഒക്കെ ഉണ്ടാക്കി കൊടുക്കില്ലേ? ഞാൻ നല്ലോണം ഉണ്ടാക്കി തന്നെ. ഞാൻ പറഞ്ഞു ഈ അടുത്ത് കട്ട്ലേറ്റ് സൂപ്പർ കട്ട്ലേറ്റ് ഉണ്ടാക്കി വെച്ചില്ലേ ഇവിടെ? നമ്മളെ കുടുംബക്കാരൊക്കെ വരുന്നുണ്ട്, അപ്പൊ ഉണ്ടാക്കി വെച്ചിട്ട്. ഓക്കെ, അടുത്തത് നിങ്ങളിൽ ആർക്കാ പെട്ടെന്ന് ദേഷ്യം വരുന്നേ? അത് ഞാൻ ഒരു കാര്യം പറയട്ടെ, അത് എനിക്ക് വരുന്ന ദേഷ്യം വേറെ, ഇവളെ ദേഷ്യം എങ്ങനെയാന്ന് ഞാൻ പറയട്ടെ. ഇവള് ഫസിക്കാക്ക നമ്മളിങ്ങനെ, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എന്തിനാ അങ്ങനെ ചെയ്യുന്നത്, പെട്ടെന്ന് മാറും. അപ്പൊ ഞാൻ പറയും എന്താണ് സംഭവം എന്താ, പിന്നെ കുറച്ച് എനിക്ക് മനസ്സിലാവില്ല അവൾ എന്തിനാ ദേഷ്യം പിടിച്ചെന്ന്. അങ്ങനത്തെ ദേഷ്യം പിടിക്കല്ല അവള് മാതിരി. ഞാൻ കറക്റ്റ് കാര്യത്തിന് മനസ്സിലാവും അവൾക്ക് എന്തിനാ ദേഷ്യം പിടിച്ചത്. അവള് ദേഷ്യം പിടിച്ചാൽ മനസ്സിലാവില്ല എന്തിനാ. ഇത് എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ ഭയങ്കര റിലേറ്റബിൾ ആണ്. പെണ്ണുങ്ങളെ കാര്യം വരുമ്പോ മാത്രം ഭയങ്കര സപ്പോർട്ടീവ് ആണ്, ഞങ്ങളെ കാര്യത്തിലൊന്നും ഒന്നും പറയുന്നില്ല. ഞാൻ കൊറേ അങ്ങനെ, അതാണ് അങ്ങനെ. നിങ്ങൾ ആരാണ് ഏറ്റവും റൊമാൻറ്റിക് ആയിട്ടുള്ളത്? രണ്ടാളും അല്ല. എന്നാലും ഇത്തിരി ആദ്യം ഐ ലവ് യു പറഞ്ഞത് ആരാ മുഖത്ത് നോക്കിട്ട് അങ്ങനെ ചോദിക്കാലോ. അങ്ങനൊക്കെ നമ്മള് ഐ ലവ് യു അങ്ങനെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ല. ഇല്ല പറഞ്ഞില്ല, മുഖത്ത് നോക്കി ഐ ലവ് യു പറഞ്ഞിട്ടില്ല. മുഖത്ത് നോക്കി ഐ ലവ് യു പറഞ്ഞിട്ട് ചാറ്റിൽ പറഞ്ഞിട്ടുണ്ട്, ഫോണിൽ പറഞ്ഞിട്ടുണ്ട്. ഓ അതാരാ ചാറ്റിൽ ആരാ ആദ്യം പറഞ്ഞു? രണ്ടാളും പറയും. അതെങ്ങനെ ആദ്യം ഒരാളെ മെസ്സേജ് അയച്ചാലല്ലേ തിരിച്ച് ലവ് യു ടു പറയാൻ പറ്റുള്ളൂ? ഓർമ്മയില്ല. അതിപ്പോ ലവ് യു എന്നൊക്കെ പറഞ്ഞാൽ ഇവള് ലവ് യു ടു എന്നൊക്കെ പറയും. ഇവര് ഭയങ്കര മറ്റേ ഇങ്ങനെ റൊമാൻറ്റിക് സാധനങ്ങൾ പിടിക്കാറില്ല, നമ്മള് മറ്റേ ഫുൾ ഫൺ പരിപാടി അവരുടെയാണ്. അടുത്തത്, ഹൂ ഇസ് ദ ബിഗസ്റ്റ് ബേബി ഇൻ ദ റിലേഷൻഷിപ്പ്? കുട്ടികളെ സ്വഭാവം ഭയങ്കര ചൈൽഡിഷ് ആയിട്ട് ആയിരിക്കും. നിങ്ങൾ പറയും ആണോ? എന്താ സ്നേഹം കൂടുമ്പോ വിളിക്കാ ഭാര്യനെ? ഹിബനെ എന്താ, ഞാൻ ഇപ്പൊ തെലുങ്കിലാ വിളിക്കല് ഇവളെ, ഇപ്പൊ ഹിബാണ്ടി എന്നൊക്കെ വിളിക്കപ്പോ. അല്ല ഇപ്പൊ അതല്ലേ വിളിക്കല്, ഞാൻ തെലുങ്ക് ഫിലിംസ് ഒക്കെ കണ്ടിട്ടേ ഇവിടെ കളിയാക്കി ഇപ്പൊ അങ്ങനെ ഇപ്പൊ ഇടക്കിടക്കൊക്കെ അങ്ങനെ വിളിക്കാം. ഹിബാണ്ടിയോ? ഹിബാണ്ടേ അങ്ങനെയാണ് തെലുങ്ക് ഫിലിംസിലൊക്കെ ഞാൻ കേട്ടെ. അങ്ങനെ വിളിക്കുന്നത്. അത് സ്നേഹം കൂടുമ്പോഴൊന്നുമല്ല, ഞാൻ കോമഡി ആയിട്ട് ഫീൽ ചെയ്യുമ്പോ വിളിക്കുന്ന. അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറഞ്ഞ വിളിക്കല് ഹിബ തന്നെ വിളിക്കുക, കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് വിളിക്കും. ഹിബ ഇല്ല, മോളെന്ന് വിളിക്കല്ലോ എല്ലാവർക്കും. ദേഷ്യം വരുമ്പോ എന്താ വിളിക്ക? ചീത്ത വാക്കുകളൊന്നും
ഇന്നേ വരെ വിളിച്ചിട്ടില്ല. വിളിക്കുമല്ലോ ഒബിയസ്ലി, അവൻ ഓർത്തൊക്കെ അല്ലേ. വിളിക്കും. ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട ഇംഗ്ലീഷ് ഉള്ളി ചിരില്ലേ, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട ഒരു ഇപ്പൊ ഇത്രയും 4 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ഭയങ്കരമായി ദേഷ്യപ്പെട്ട ഒരു സംഭവമൊക്കെ ഓർമ്മ ഉണ്ടോ? ഞാനിപ്പോ ദേഷ്യം പിടിക്കും. അപ്പൊ ഞാൻ ഇന്നെ പറയണ അതുപോലെ ട്രിപ്പ് പോകുമ്പോ നല്ല ദേഷ്യം പിടിക്കാറുണ്ട് അല്ലേ ചില സമയത്ത്. ഗൂഗിൾ മാപ്പ് ഒക്കെ തെറ്റിയാല് അല്ലല്ലേ ഞാൻ പറഞ്ഞ ബാലിയിൽ എടുത്ത് ട്രിപ്പ് വരുന്നേ. ഗൂഗിൾ മാപ്പ് പറ്റിയൊക്കെ ചെറിയ ദേഷ്യം പിടിക്കില്ല. ബാലിയിൽ ഈ പ്രാവശ്യം ട്രിപ്പ് വരുന്നുണ്ട്. എല്ലാം സത്യം പോലെ പറഞ്ഞ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പൊ 2ാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം എന്തിനാ അടിയായത് അതെനിക്ക് ഓർമ്മയില്ല. പക്ഷെ നല്ല തെറ്റായിരുന്നു. അന്നത്തെ ഒരു ദിവസം മൊത്തം കൊളായി. അപ്പൊ നിങ്ങൾ ലോങ്സ്റ്റ് വഴക്കടിച്ച് മിണ്ടാണ്ട് എന്നുള്ളത് എത്ര ദിവസം? ഒരു ദിവസം. ഞാൻ വേമുണ്ട്. ഫസ്കൊക്കെ ഭയങ്കര ആറ്റിറ്റ്യൂഡാ ആണ്. എനിക്ക് തെറ്റ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നന്നാണ്. അത് ശരി. എന്റെ അടുത്ത ചോദ്യം അതാണ്, വഴക്ക് കൂടി കഴിഞ്ഞാൽ ആരാണ് ആദ്യം പോയിട്ട് കോംപ്രമൈസ്? ഞാൻ വേം പോവും. മിണ്ടൂല. ഞാൻ അതിനെ കൊണ്ടല്ല, എനിക്ക് കച്ചറ കഴിഞ്ഞാൽ കുറച്ചു നേരം റെസ്റ്റ് വേണം, സ്പേസ് വേണം പോലും. ഈ ആണുങ്ങളെല്ലാരും ഇങ്ങനെയാണല്ലേ. കുറച്ച് റിലാക്സേഷൻ മതി. അത് കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ തന്നെ ഒരു ഭയങ്കര. പിന്നെ എന്നോട് ഫുഡ് ഒന്നും ചോദിക്കൂല. അമ്മനോടാണ് ഉമ്മ എനിക്ക് ഫുഡ് തരി അതൊക്കെ പറഞ്ഞ വലിയ റേഞ്ച് ആയി. ഞാൻ എന്നിട്ട് ഭക്ഷണം ഒന്നും കഴിക്കൂല. അതുപോലെ സ്വഭാവമായിട്ടോ. ഇവള് കച്ചറ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫുഡ് കഴിക്കില്ല. എനിക്ക് വേണ്ട. ഞാൻ ഫസ്റ്റ് ഫുഡ് കഴിക്കുക കച്ചറ. എനിക്ക് ഭയങ്കര വിശപ്പാ കച്ചറ. നല്ല ഫുഡ് അടിക്കുക. ഒരു റീൽ നമ്മൾ കണ്ടിട്ടില്ലേ, എന്നോട് വിഷമിച്ചിട്ട് എന്റെ ചേട്ടൻ ഒന്നും കഴിക്കണ്ടല്ലോ. അതേ സെയിം സാധനം. ഇവള് കഴിക്കൂല. എന്നിട്ട് രാത്രിയൊക്കെ വന്നിട്ട് എന്നിട്ട് ഇന്നോട് ചോദിക്കും, ഇന്ന് കൂട്ടാണ്ട് ചോറുന്നില്ലേ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും, എന്നോട് ചോറുണ്ടാണ്ടൊക്കെ ഞാൻ പറഞ്ഞില്ലല്ലോ. നമ്മൾ കച്ചറുണ്ടാക്കി നിരാഹാരം കിടക്കാനല്ലല്ലോ. അങ്ങനെ പാവം കഷ്ടമുണ്ട് കേട്ടോ. പിന്നെ അടുത്ത ദിവസം മുതൽ ഷോപ്പിങ്ങിന് പോകും. അപ്പൊ ഓക്കെ നമ്മള് മറ്റേ ഐഡിയ വീണ്ടും നമ്മൾ ഷോപ്പിംഗ് ഇങ്ങനെ ഒരു ലൂപ്പ് കറങ്ങി കളിക്കും. അടുത്തത് ഭയങ്കര ഉത്തരവാദിത്തപ്പെട്ട് രാവിലെ എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ് നിങ്ങളില്? രാവിലെ കുറച്ച് നേരം വൈകി എണീക്കുകയാണെങ്കിലും ഞാനാ പറയും. തീരെ ഇല്ല നമുക്ക്. പ്രത്യേകിച്ച് നമ്മളെ ആരെങ്കിലും കല്യാണൊക്കെ വരില്ലേ, അന്ന് ഫസ്കാക്ക് ഭയങ്കര ഉറക്ക. അന്ന് ഞാൻ നേരത്തെ എണീക്കും. ഇന്ത്യ കുടുംബക്കാരൊക്കെ ആണെങ്കിൽ ഇവൾക്ക് പക്ഷെ കല്യാണത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഉമ്മന്റെ കൂടെ ഒക്കെ പോയി കൊടുക്കും. ഫസ്കാക്കിന്റെ ഉമ്മന്റെ കൂടെ ഒക്കെ ഞാനാ പോയി കൊടുക്കുക. ഫസ്കാക്ക് ഭയങ്കര ഉറക്ക. ഇതൊരു സ്വഭാവം ആണല്ലേ. അപ്പൊ രാവിലെ എങ്ങനെ മറ്റേ ഭർത്താവിന് ഒരു കാപ്പിയൊക്കെ ആയിട്ട് പോകുന്ന കൈൻഡ് ഓഫ് ഭാര്യയാണോ നമ്മുടെ ഹിബ? ആണല്ലേ. എല്ലാ ദിവസവും ഇവളുള്ള ദിവസം കൊണ്ടുതരും. അത് ഞാനെന്താ ഇവള് ഫസ്റ്റ് ഞാനല്ലേ എണീക്കല്. എന്നിട്ട് ഞാൻ ഫോൺ കളിച്ചിരിക്കും. അപ്പൊ ഇവള് എണീച്ചിട്ട് താഴോട്ട് പോകും. അത് നമ്മളെ റൊട്ടീൻ. ഞാൻ ഫസ്റ്റ് എണീക്കും. എന്നിട്ട് ഞാൻ കുറച്ചു നേരം ഫോണിലൊക്കെ ഒന്ന് സെറ്റ് ആവും, എന്താ ഫീൽഡ് എന്നൊക്കെ നോക്കും. ഇവള് ആ സമയത്ത് താഴെ പോകും. എന്നിട്ട് എനിക്കെപ്പോൾ കട്ടൻ ചായ വേണം. ചിലപ്പോ ഞാൻ താഴെ ഇറങ്ങി കുടിക്കും. ഇവൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഇവള് ചായ മേലോട്ട് കൊണ്ടുതരും. ഭാഗ്യവാനായ ഭർത്താവാണ്. അത് ഇവിടെ നിന്ന് മേലെ കൊണ്ടുതരാം. എന്റെ വീട്ടിലാവുമ്പോ ഞങ്ങൾ താഴോട്ട് തന്നെ ഞാൻ വരും. ഞാൻ എന്റെ വീട്ടില് പിന്നെ അടുക്കളയിലൊക്കെ സീനൊന്നും. കല്യാണത്തിന്റെ ദിവസമൊക്കെ ഞാൻ അങ്ങോട്ട് കൊണ്ടു കൊടുക്കും. എനിക്ക് എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് വേഗം മാറ്റി പോവാൻ വേണ്ടിട്ടുള്ള ട്രിക്കാ. അതേ നേരത്തെ എണീച്ചിട്ട് ചായ ഒക്കെ കൊണ്ടത് ഒന്ന് വേഗം പോയിക്കൂടെന്ന് പറയും ബാത്റൂമിലേക്കൊക്കെ. ഒന്ന് പുഷ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ഒരിതാണ് ഇതല്ലേ. അല്ല, ഞാൻ ഇത് ചോദിച്ചില്ല, എന്താണ് തിരിച്ചു വിളിക്കുന്നത് സ്നേഹം വരുമ്പോ? അപ്പൊ ഹിബാണ്ടി എന്ന് വിളിക്കണ പോലെ. അത് ഞാൻ തമാശക്ക് വിളിക്കുന്ന മറ്റേ തെലുങ്ക് പടം കണ്ടിട്ട്. ഞാൻ ഫസ്കാക്ക തന്നെ വിളിക്കല്. എന്നാലും വേറെ ഒരു ചെല്ലപ്പേര് അങ്ങനെ ഒന്നുമില്ല. അല്ലല്ല, ഇവള് ഫഫീന്ന് വിളിച്ചിട്ട് ആ സാ കുറച്ച് ഇതാക്കിട്ട് ഒന്ന് സ്നേഹം കാട്ടാറുണ്ട്. അങ്ങനെ അത് കളിയാക്കുന്നതാണോ എനിക്ക് ഡൗട്ട് ഉണ്ട്. ഇപ്പൊ കുറച്ച് കാലമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. ആദ്യമൊക്കെ സ്നേഹം കാണും, ഇപ്പം കുറച്ച് കളിയാക്കുന്നുണ്ടോ ഡൗട്ട് ഉണ്ട്. ഇവൾക്ക് സാ പറയാൻ നല്ലോണം അറിയാം. ഇവള് കരുതിക്കുടിയെന്ന് പറഞ്ഞേ അങ്ങനെ വിളിക്കലുണ്ട്. അല്ലാണ്ട് ഇങ്ങനെ മോളൂസ് ആ പരിപാടിയൊന്നും ഇല്ല. ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പൈസ ധാരാളമായി ചെലവാക്കുന്നത് ആരാണ്? ആവശ്യമുള്ളതും അനാവശ്യമായിട്ടും നോക്കണത് സ്വന്തം നോക്കി ഒരു കണ്ണാടി ഫിറ്റ് ചെയ്ത് തരാം. ഇവളെന്നെ ആണോ? ഞാൻ എല്ലാം വാങ്ങും. എല്ലാം വാങ്ങും. എന്തിനോടാണ് ഏറ്റവും കൂടുതൽ ക്രേസ് ഉള്ളത് ഹിബയ്ക്ക്? ഡ്രസ് ആണോ?
ഹിബയുടെ ഔട്ട്ഫിറ്റ്സിനൊക്കെ ഭയങ്കര അല്ലേ ആൾക്കാര് ചോദിക്കലും പറയലൊക്കെ അല്ലേ ഡ്രസ്സാ ഉള്ളതെന്ന് അറിയാം. ഈ കൊളാബറേഷൻ കിട്ടണതും വാങ്ങണതൊക്കെ എന്ത് ചെയ്യും നിങ്ങള് ഫൈനലി? ഒക്കെ അൾമാറയിൽ ടച്ച് ഇന്റെ ഭാഗത്ത് കൂടി കയറ്റി വെച്ചിട്ടുണ്ട് നൈസായിട്ട്. ഇപ്പൊ ആലമാരിയും കൂടിയിട്ട് കയ്യേറിട്ട് 2 സൈഡാണല്ലോ ഉണ്ടാവുക, അതിൽ ഇന്റെ സൈഡിലും കയറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ യൂട്യൂബിലെ കോണ്ടന്റ്സിന്റെ ബിഹൈൻഡിലെ ബ്രെയിൻ ആരാണ്? പെട്ടെന്ന് ഉത്തരം തന്നെ, അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കാൻ പറ്റുന്നില്ല. ആണോ? ബ്രെയിൻ ഒന്നും പറയത്തില്ല, എല്ലാരും എടുക്കും. മാസ്റ്റർ ബ്രെയിൻ. ഞാൻ കുറച്ച് അവിടെ നിന്ന് കുറച്ച് നോർത്തിലും അവിടെയൊക്കെ പോയിട്ട് കുറച്ച് കോപ്പി അടിച്ചും കൂടെ കൊണ്ടു. അത്ര ബ്രെയിനേ ഉള്ളൂ, അല്ലാണ്ട് വലിയ ബ്രെയിനൊന്നും ഇല്ല. അവിടെയുള്ള സാധനങ്ങൾ ഇവിടെയുള്ള എല്ലാരും അങ്ങനെ തന്നെ ചെയ്യുന്നത്. പക്ഷെ അത് അവിടെയുള്ള കോപ്പി അടിച്ചിട്ട് എല്ലാരും ചെയ്യുന്നത്. ഞാൻ ഈ രീതിയിലൊക്കെ ആക്കി ചെയ്യുന്നുള്ളൂ. ഇപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ടെക്കി ആരാണ്? ലേറ്റസ്റ്റ് ട്രെൻഡ്സും ക്യാമറ മൈക്ക് സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാലാണ് എനിക്കറിയാം, ക്യാമറനെ പറ്റിയൊക്കെ അറിയാം. ഓക്കെ, അപ്പൊ നമ്മൾ റാപ്പിഡ് ഫയർ അവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇനി ആദ്യം ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആയിട്ടായിരുന്നു ഹിബ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? അപ്പൊ പിന്നീട് ഒരു ആങ്കർ ആവണം, ആക്ടർ ആവണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം കൊണ്ട് പിന്നീട് യൂട്യൂബിലേക്ക് വന്നതായിരുന്നു. അപ്പം ഹൗ ഇസ് ദാറ്റ് ഒരു ഷിഫ്റ്റിംഗ്, ഒരു പ്രോസസ്? വീട്ടിലൊക്കെ എങ്ങനെ കൺവിൻസ് ചെയ്തേ? അതിന് എനിക്കങ്ങനെ കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ആദ്യം തന്നെ എല്ലാ പരിപാടിയിലും കൂടുമായിരുന്നു. അപ്പം എന്റെ ഉമ്മക്ക് വലിയ ഇഷ്ടമൊന്നുമില്ലായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ നോക്കല്ല. കറക്റ്റ് ആയിട്ട് പറയട്ടോ, ഏത് പരിപാടിക്ക് കൂടുന്ന ഇഷ്ടമല്ലാത്ത? സ്കൂളില് നാടകം, എല്ലാത്തിലും കൂടും. അത് ഇവള് കുറച്ച് കൂടുതൽ ഓവറാ, എല്ലാ പരിപാടിക്കും പേര് കൊടുക്കും. പിന്നെ ഇപ്പൊ കോളേജില് മറ്റെന്താ എന്തൊരു നേതാവാൻ പോയില്ലേ യൂണിയന്? യൂണിയനിലൊക്കെ ഉണ്ടായിരുന്നു. യൂണിയനിൽ നിന്ന് പൊട്ടിയതാ. ഇല്ല, ഞാൻ ആർട്സ് സെക്രട്ടറി. അതെ, ഇവള് കുറച്ച് ലീഡർഷിപ്പ് താല്പര്യമുണ്ട്. ആണല്ലേ? ഈ ഭാവിയിൽ ഇനി പൊളിറ്റിക്സ് ഒക്കെ താല്പര്യം ഉണ്ടോ? അതിനൊന്നുള്ള ബുദ്ധി ഇല്ല. പൊളിറ്റിക്സിൽ അതിന് മാത്രം ബുദ്ധിയൊന്നും വേണ്ട, അതിന്റെ ആവശ്യമൊന്നും ഇല്ല. കുറച്ച് വക്രബുദ്ധി മതി. അതെന്റെ ഉണ്ടല്ലോ. എന്നിട്ട് വീട്ടിൽ പറഞ്ഞപ്പോ അപ്പൊ ഇങ്ങനെ ആദ്യമൊക്കെ എതിർത്തെങ്കിലും പിന്നെ എന്റെ ഇഷ്ടത്തിന് പോലും നോ ഒന്നും പറഞ്ഞിട്ടില്ല. നോ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ നോ പറയാണ്ടിരിക്കുന്ന ഒരാളാണ് അടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് മൊമെന്റ് നമുക്ക് വേണ്ടിട്ട് ഒന്ന് പറയാൻ പറ്റോ? ആ മൊമെന്റ് മാത്രം മതി. പിന്നെ അങ്ങനെ പറയാൻ പറ്റോ? അങ്ങനെ ഇപ്പൊ ഒന്നുമില്ല. നമുക്ക് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അല്ലല്ലോ, നമുക്ക് സൈറ്റ് അല്ലല്ലോ ഉള്ളേ. നമ്മള് ഇങ്ങനെ സംസാരിച്ച് ചാറ്റൊക്കെ ചെയ്ത് കോളൊക്കെ ചെയ്തിട്ടാണ് പറഞ്ഞത്. അങ്ങനെ ഫേസ് ടു ഫേസ് പരിപാടിയേ ഇല്ല നമുക്ക്. ഇല്ല, ഇടക്കിടക്ക് മാത്രം ഐ കോണ്ടാക്ട് വെക്കും. എന്നാൽ എത്ര നാളെ പ്രേമിച്ചു നിങ്ങള്? 1.5 കൊല്ലം അല്ലേ? 1.5 അനക്കാദ്യം ഇഷ്ടല്ലേനല്ലോ. ആണോ? എനിക്കറിയില്ല ഫസ്റ്റ് കാക്ക് എന്താ പറയണെന്ന് എനിക്കറിയില്ല. ഞാൻ ലവ് സ്റ്റോറി പറഞ്ഞല്ല. കംപ്ലീറ്റ് ബ്ലോഗ് ആയിട്ട് ലവ് സ്റ്റോറി പറഞ്ഞു തരില്ല. അല്ല, അപ്പൊ ഈ പ്രേമിച്ച് നടക്കുന്ന സമയത്ത് എന്തെങ്കിലും കള്ളത്തരൊക്കെ കാണിച്ചിട്ടുണ്ടോ ഫസി? അത് വളരെ ലോയൽ ആൻഡ് ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ബോയ് ഫ്രണ്ട് ആയിരുന്നു. ലോയൽ ആൻഡ് ട്രൂത്ത്ഫുൾ ആണോ? ലോയലാ ആണ്. അത് ശരി. എന്തെങ്കിലും ഒരു ചെറിയ കള്ളത്തരൊക്കെ പൊക്കിയിട്ടുണ്ടോ കല്യാണത്തിന് മുമ്പോ പിന്നെയോ? പൊക്കിയിട്ടില്ല, സത്യം പോലെ പറയാം. പൊക്കിയിട്ടില്ല. കാരണം എന്താ പറയാ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മളോട് ഫുള്ള് തുറന്ന് പറഞ്ഞു കൊടുത്തു. ഇനിയൊരു പ്രശ്നം ഉണ്ടാവരുതല്ലോ. ഒക്കെ എല്ലാം A to Z എല്ലാ കാര്യങ്ങളും അറിയാം. എല്ലാ കാര്യങ്ങളും അറിയാം. കോളേജിലുള്ള കാര്യങ്ങള് നമ്മളത്ര വെടുപ്പൊന്നുമല്ലേ, എല്ലാ സാധനങ്ങളും എടുക്കാം. ആണല്ലേ? അപ്പൊ അതെല്ലാം അറിയിച്ചായിരുന്നു ഓക്കെ അടിച്ചത്. ശരി, അപ്പൊ വളരെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയാണ്. ഇനിയിപ്പോ എന്തായാലും ബാവ വരാൻ പോവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ ബാവേനെ യൂട്യൂബിൽ കൊണ്ടുവരണം അങ്ങനത്തെ എന്തെങ്കിലും ഓരോ പ്ലാൻ ഉണ്ടോ? ചില യൂട്യൂബേഴ്സ് ഇങ്ങനെ ഫേസ് ഒന്നും റിവീൽ ആക്കത്തില്ലല്ലോ ആദ്യം. ഫേസ് കുറച്ച് കഴിഞ്ഞാലൊക്കെ റിവീൽ ആക്കേണ്ടി വരും. കാരണം നമ്മള് അങ്ങനത്തെ വ്ളോഗ്സ് ആണല്ലോ ചെയ്യാറ്, ഈ ഫാമിലി റിലേറ്റഡ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ പോലത്തെ സംഭവങ്ങളാണ് ചെയ്യാറ്. അപ്പൊ എന്തായാലും ഇപ്പൊ ഒരു കുട്ടി വന്നാലും നമുക്ക് കാണിക്കാണ്ടിരിക്കാൻ പറ്റൂല ഒബ്വിയസ്ലി. പിന്നെ ബാക്കിയുള്ളവരൊക്കെ ചില ക്രിയേറ്റേഴ്സ് ഒക്കെ ഇങ്ങനെ ഈ കുട്ടി ജനിച്ചപ്പോ തന്നെ അവർക്ക് ഇൻസ്റ്റാഗ്രാം പേജ് ഒക്കെ തുടങ്ങാറുണ്ട്. അതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഇല്ല. അതെന്താണ് അങ്ങനെ ഒരു തീരുമാനം? അത് താല്പര്യമില്ല, എനിക്ക് താല്പര്യമില്ല. എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ഇവിടെ കിളിക്ക് പേജ് തുടങ്ങിയതാ റിയോക്ക്. പക്ഷെ എനിക്ക് അതിനെ കൊണ്ട് വലിയ താല്പര്യമില്ല. കുട്ടികളുടെ ഇൻസ്റ്റാഗ്രാം അങ്ങനെ ഉണ്ടാവില്ല. നിങ്ങളുടെ ഒരു പേജില് അതെ അങ്ങനെ അത്ര താല്പര്യമുള്ളൂ. അതന്നെ മുഴുവൻ ഇങ്ങനെ കാണിക്കാനൊന്നും താല്പര്യമില്ല. കുറച്ച് നമ്മൾ എന്തായാലും വ്ളോഗ് എടുക്കുമ്പോ എന്തായാലും അത് വരും, അപ്പം കാണിക്കേണ്ടി വരും. ആ ഒരു പാർട്ട് ആൻഡ് പാർസൽ എന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങ് വരത്തേ ഉള്ളൂ. ഇപ്പൊ കിളിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, നിങ്ങൾക്ക് എവിടെ നിന്ന് ആക്ച്വലി റിയോനെ കിട്ടിയത്? വാങ്ങിയതാ മുക്കത്തുനിന്ന്. ആണല്ലേ? എത്ര വർഷം റിയോ നിങ്ങളെ കൂടെ വന്നിട്ട്?
2 കൊല്ലേ ഒരു സൈന കാണാണ്ട് പോയിട്ടൊക്കെ ഉള്ള വീഡിയോ ഇവിടെ കാണാതെ പോയത്. എന്നിട്ട് ഇവിടെ എടുത്ത് പറഞ്ഞു കൊടുക്കാൻ എന്റെ അവിടെ പെണ്ണുങ്ങളെ പേരെന്താ ഫസ്കാക്ക് ഇന്നെ ഇവിടെ ഇറക്കി നമ്മളൊരു ടൂർ പോയിന് എന്നിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഇന്നെ ഇവിടെ ഇറക്കിട്ട് എന്നിട്ട് ഇവിടെ ഇറക്കി പോയി എന്നിട്ട് ഞാൻ ഇവിടെ ഈ പറമ്പിലൊക്കെ വിളിച്ച് നടന്ന് അങ്ങനെയല്ല, നമ്മൾ ടൂർ പോകുന്ന സമയത്താണ് ഈ പറന്നു പോയി എന്ന് പറഞ്ഞിട്ട് കോള് വരുന്നത്. എന്നിട്ട് നമ്മൾ ആ ടൂർ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോ ഇവിടെ ഇറക്കി, ഹിബനെ ഇവിടെ ഇറക്കി, ഞാൻ കോഴിക്കോട് പോയി, ഹിബ ഇവിടെ ഇങ്ങനെ വിളിച്ച് കുറേ നടന്നു, അങ്ങനെ കിട്ടിയതായിരുന്നു. ഇവിടെ അടുത്തൊരു വീട്ടില് കിളീനെ വളർത്തുന്ന ഒരു പെണ്ണുങ്ങളുണ്ട്, അവിടെ പോയി നിന്ന് കിളീന്റെ ശബ്ദം കേട്ടാല് അവർ അങ്ങോട്ട് പോകും. അങ്ങോട്ട് അവിടെ നിന്ന് മേടിച്ചെടുത്തു. ഞാൻ ബ്രോസ്റ്റഡ് ഒക്കെ വാങ്ങിക്കൊടുത്തു അവർക്ക് ചെലവേതോ ക്ലിയർ തിരിച്ചു വാങ്ങിക്കൊടുത്തു. അയ്യോടാ, നിങ്ങളുടെ കോണ്ടന്റിലെ മില്യൺസ് ഓഫ് വ്യൂസ് ഒക്കെ പോയിട്ടുള്ളത് പല ചാലഞ്ചസ് ഒക്കെയാണ്. അപ്പൊ ലൈക്ക് കൈ തൊടാണ്ട് ഭക്ഷണം കഴിക്കണ അങ്ങനത്തെ കൈൻഡ് ഓഫ് ചാലഞ്ച് ഒക്കെ. എന്തെങ്കിലും ചാലഞ്ച് അങ്ങനെ ചെയ്ത് പോളിങ് താറുമാറായി പോയിട്ടുണ്ടോ? ഇല്ല, ചലഞ്ചിൽ നമുക്ക് നല്ല ഓഡിയൻസാ. അല്ലെങ്കിൽ ഏതെങ്കിലും അപ്ലോഡ് ചെയ്യാണ്ട് ഇരുന്നുണ്ടോ? ഇത് പോളിങ് 1-2 വീഡിയോസ് ഒക്കെ ഉണ്ട് തോന്നുന്നില്ലേ? ഏതൊക്കെയോ വീഡിയോസ് ഒക്കെ ഒഴിവാക്കിക്കുന്നു. ചിലതൊന്നും വർക്കാവില്ലാന്ന് തോന്നും. അപ്പൊ ഒരു ദിവസം വീഡിയോ ഇടൂല, 1-2 ദിവസം ഒന്നും ഇടൂല. ചലഞ്ചിന്റെ സമയത്ത് എന്ന് പറഞ്ഞാല് കൂടെ ബ്രദേഴ്സ് ഉണ്ടാവുമായിരുന്നു ആദ്യം. അപ്പോൾ ആ സമയത്തായിരുന്നു ചലഞ്ച് കൂടുതലായിട്ട് ചെയ്തിരുന്നത്. ഇപ്പൊ ഓവറായിട്ട് ചെയ്യുന്നില്ല. കാരണം ഒരു ബ്രദർ ഇപ്പോൾ +2 മറ്റേ എൻട്രൻസ് പ്രിപ്പയർ ചെയ്യാം. പിന്നെ ഒരു ബ്രദർ ചെന്നൈ പോയി IT ജോബില്. അപ്പൊ പിന്നെ അവർ രണ്ടാളും ഉള്ളപ്പോഴായിരുന്നു ആ ഒരു സംഭവം ഉള്ളത്. ഇപ്പൊ നമ്മൾ രണ്ടാളും മാത്രം തന്നെ ഉള്ളൂ. അപ്പോ ആ ചലഞ്ച് ഒന്നും അങ്ങനെ ചെയ്യാറില്ല. ഇങ്ങനെ പൊട്ടിപ്പോയ ചലഞ്ച് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പൊ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. സാധാരണ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടെല്ലാം വളരെ സക്സസ്ഫുൾ ആയിരുന്നു. അല്ല, അങ്ങനെയല്ല, അത് സക്സസ്ഫുൾ ആവേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ സക്സസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണല്ലോ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവരുന്നത്. അതേ പറഞ്ഞു, ഈ ചലഞ്ച് മൊത്തം ഹിന്ദിയിലും അവിടെയുള്ള സംഭവങ്ങളാണ്. അടുത്ത് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും. അപ്പൊ ഈ കണ്ടന്റ് കോപ്പി അടിക്കുന്നത് ചില ആൾക്കാർ പറയാം, എന്തിനാ അങ്ങനെ ചെയ്തത്? എന്താ അതിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം? അങ്ങനെ എല്ലാവർക്കും അവരവരെ സ്റ്റൈലാണല്ലോ. അപ്പൊ നമ്മളൊരു സാധനം നമ്മളെ സ്റ്റൈലിൽ ചെയ്യുന്നു. ഇപ്പൊ ഫിലിം എന്തായാലും ഇപ്പം റീമേക്സ് ഒക്കെ എത്ര വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മള് നൈസായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കണ്ടന്റ് എടുത്തിട്ട് നമ്മളെ രീതിയിലേക്ക് മാറ്റും കേട്ടോ. ഫുള്ള് കുറച്ച് ഇപ്പൊ അവിടെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന സാധാരണ പോലെ ചെയ്യുന്ന കണ്ടന്റിൽ നമ്മൾ കുറച്ച് ഫണ്ട് അങ്ങോട്ട് കുത്തിക്കയറ്റും. ഓക്കെ, ഇപ്പം ആങ്കർ ആവണം എന്നുള്ള ഒരു ആഗ്രഹം സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ സഫലീകരിച്ചിരിക്കുകയാണ് ഫൈനലി. വേറൊരു ആഗ്രഹം കൂടെ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു, എനിക്കൊരു ആക്ടർ ആവണം എന്ന്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഏതില് പറഞ്ഞേ? ജോഷ് ടോക്സില്. അതൊന്നും ഞാൻ പറഞ്ഞില്ല. അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ പറഞ്ഞേക്കും താല്പര്യം ഉണ്ടാവും. അതിപ്പോ എല്ലാരും എനിക്കൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പണ്ട് അനുഷ്ക ഷെട്ടി നയൻതാരനൊക്കെ കാണുമ്പോ എനിക്കും ഉണ്ടായിരുന്നു സിനിമയിൽ അഭിനയിക്കണം. അത് എല്ലാവർക്കും ഉള്ളതാ. എനിക്ക് അവരെ ഫാനാ, അനുഷ്ക ഷെട്ടിന്റെ ഫാൻ. ഇപ്പോഴൊരു അവസരം കിട്ടിയ പൈസ അഭിനയിക്കോ? ഇല്ല, ഇപ്പൊ അഭിനയിക്കില്ല. ചെറുപ്പത്തിൽ തോന്നുന്നില്ല സിനിമ നടന്മാരെ നടിമാരെ കാണുമ്പോ നമുക്ക് വരപ്പോ അഭിനയിക്കണം. അനുഷ്ക ഷെട്ടിനെ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ആദ്യം പറഞ്ഞതാ. നയൻതാരൻ ഇഷ്ടല്ലേ? അറിയാതെ വന്നു. അനുഷ്ക ഷെട്ടി ഇഷ്ടമില്ലാത്ത അനുഷ്ക ഷെട്ടിനെ അനുസിതാരനെ ഇഷ്ടം. ഈ വീഡിയോ അനുചേച്ചി കാണുകയാണെങ്കിൽ ഒരവസരം നമ്മുടെ ഫസിക്ക് വേണ്ടിട്ട് വാങ്ങിച്ചു കൊടുക്കണം. അല്ല, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോ ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചോണ്ട് ചോദിക്കുകയാണ്, നിങ്ങള് പൊസസീവ് ആണോ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും? എന്ത് പൊസസീവ് ആവാൻ മാത്രമുള്ള ക്വാളിറ്റീസ് രണ്ടാക്കില്ല. പിന്നെ എങ്ങനെ പൊസസീവ് ആവാന്? അതിന് മാത്രം എന്താ ഒന്നുമില്ല. നമ്മള് സാധാരണക്കാരെ വരെ എങ്ങനെ ജീവിക്കുന്നു. ഒരു പൊസസീവ്നെസ് അങ്ങനെ ഒന്നുമില്ല. നമുക്ക് എന്താ തോന്നിയോ? അങ്ങനെ മൂപ്പരുടെ DM ഫോണൊക്കെ ചെക്ക് ചെയ്യലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ചെക്ക് ചെയ്തു. ഫോൺ ഇവളെ ഫോൺ ഇന്ത്യയിലുണ്ട്. ഇവളെ എല്ലാ സാധനങ്ങളും ഇൻസ്റ്റാഗ്രാം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ലോക്ക്ഡൌൺ ആണ്. അടിപൊളി. അപ്പം ഞാൻ ചോദിച്ചു വന്നത്, പക്ഷെ ഇവള് രാത്രി ഇടയ്ക്ക് ഞാൻ ബാത്റൂം പോകുമ്പോ എന്റെ വാട്സപ്പ് ചെക്ക് ചെയ്യാറുണ്ട്. അതിലൊന്നുമില്ല. ഞാൻ ഇന്ത്യയിലുണ്ടെങ്കിൽ ഞാൻ പറയും. അതെങ്ങനെ മനസ്സിലായില്ലേ? അത് ഇവളെ എന്നോട് പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് ചെക്ക് ചെയ്യല്ലേ. എന്തിനാ എന്ത് ചെക്ക് ചെയ്യാനുള്ള പ്രൊമോഷൻ വരുന്ന ഫുള്ള് ഹിന്ദിക്കാരി പെണ്ണുങ്ങളാ. എന്നോട് ഭയങ്കര ലുക്കാണെന്നൊക്കെ പറയാം. ആൾക്കാർക്കൊക്കെ ഹിബ അങ്ങനെ ഭയങ്കര തമാശക്കുള്ള വർത്താന രീതി നിങ്ങളുടെ കോണ്ടന്റിലെ വിറ്റും ഭയങ്കര ഇഷ്ടമാണ്. വൈ ഡു യു തിങ്ക് പീപ്പിൾ ലൈക്ക് ഇറ്റ്? എന്താണ് അതിന്റെ ഒരു റീസൺ? കുറച്ച് സ്ലാങ്ങും പിന്നെ ഇവൾക്ക് അങ്ങനെ കള്ളത്തരം ചെയ്യാനുള്ള ബുദ്ധിയൊന്നുമില്ല. അതിനെക്കൊണ്ടാവും. അതെ, എനിക്ക് എന്നോട് അങ്ങനെ പറഞ്ഞ ആൾക്കാരല്ലോ നിഷ്കളങ്കത്തിയാന്നൊക്കെ പറയും. എന്തെങ്കിലും കള്ളത്തരം പിടിക്കാൻ ബാക്കിയുണ്ടോ? ഇന്റേതാണോ?
ഒന്നും ബാക്കിയില്ല. അതൊരു കള്ളം. അല്ല ഒന്നും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവൾക്ക് ഇന്നെ പറ്റി ഏറ്റവും സെറ്റ് അറിയാം. അത് നമ്മള് തമ്മിലുള്ള ഓവർ കോൺഫിഡൻസ് ആണ്. അത്രയ്ക്ക് കോൺഫിഡൻസ് വേണ്ട. ഇല്ല അതിലൊരു സാധനം വരാനില്ല. കാരണം ഞാൻ എന്റെ മൈൻഡ് ഓൾറെഡി ഇതിൽ സെറ്റ് ചെയ്ത. എനിക്ക് ഒന്നും വേണ്ട, ഒരു താല്പര്യമില്ല. ആരെക്കൂടി പേടിക്കണ്ട. ഞാൻ ദുബായിലൊന്നും പോയിരുന്നു. അവൾക്ക് ചെറിയൊരു ഇതുണ്ടായിരുന്നു, എന്തിനാ ദുബായിൽ പോണെന്ന്. അതുകൊണ്ടല്ല ഇനി കൂട്ടാതെ പോയിട്ട് വിഷമത്തിന് 8 മാസം കഴിഞ്ഞാൽ ഫ്ലൈറ്റിൽ കയറ്റൂല. അതുകൊണ്ടാണ് അപ്പം തന്നെ ഫിക്സ് ചെയ്തത്. 8 മാസം കഴിഞ്ഞിട്ട് ഞാൻ ദുബായിക്ക് പോകണം. ഞാൻ അന്ന് എന്നോട് ഫ്രണ്ട്സ് ചോദിച്ചു 6 മാസം ആകുമ്പോ പോവാന്ന്. ഞാൻ പറഞ്ഞു വേണ്ട, 8 മാസമായിട്ട്. ഇപ്പൊ ഇതൊക്കെ നല്ല ചിരിക്കുന്നില്ലേ? കുറച്ച് കഴിഞ്ഞാല് ശരിക്കും അങ്ങനെ ആയിരുന്നു അല്ലേ? ഇപ്പൊ തമാശ പറഞ്ഞത് മനസ്സിലാവില്ല. ഞാൻ അടുത്ത് പറഞ്ഞില്ല, അതൊന്നും മനസ്സിലാവില്ല. ഇതിങ്ങനെ അങ്ങോട്ടും ആട്ടോ അതല്ലേ ആ സീനാണ്. പ്രത്യേകിച്ച് ഇവിടെ വീട്ടിൽ വരുമ്പോഴേ ഭയങ്കര കിങ് അവിടത്തെ ആണല്ലേ. ഞാൻ എന്റെ വീട്ടിലാവുമ്പോ എനിക്ക് വല്ല പ്രശ്നമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാ. ഇത് ഞാൻ മേലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഓവർ ഇങ്ങനെ തിരിഞ്ഞളിക്കാൻ പറ്റൂലോ, നമ്മളെ വീടാണല്ലോ. ആ റൂമിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കുള്ളൂ. ഇവിടെ എത്തുമ്പോ ഞാനൊരു പാവാ, എല്ലാരും പറയും. ബ്ലോഗിലൊക്കെ എല്ലാരും പറയും ഫസ്ക് അങ്ങനെ തിരിച്ച് ഫസ്ക് അങ്ങനെ വീട്ടിൽ തന്നെ കൊണ്ടാക്കാന് ഒന്നും പറയണില്ല. ഒറ്റമോളല്ലേ ഇവിടെ, അപ്പൊ അതിന്റെ ഒരു കിങ് ആണ് ഇവിടെ. ആണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ എങ്ങനെയുണ്ട് അമ്മായിയമ്മയും നിങ്ങൾ മരുമകളും തമ്മിലുള്ള ഒരു ബോണ്ടിങ്? അടിപൊളിയാണ്. ഒരു അമ്മായിമ്മ പോരൊക്കെ പേടി ഉണ്ടായിരുന്നോ ആദ്യം? അതൊരു സാധുവാണ് എന്റെ അമ്മ. ഇവിടെ എടുത്തൊന്നും നിക്കാൻ പിടിച്ചെടുക്കാൻ കൂടി കഴിയില്ല. അത് മാത്രല്ല ഇമ്മക്ക് ഒരു പെൺകുട്ടി ഇല്ലല്ലോ, അതിനെക്കൊണ്ട് ഇതിനെ വലിയ ഇഷ്ടമാണ്. നമുക്കപ്പോ കോൾ അടിച്ചാണ് സത്യം പറഞ്ഞത്. അവിടെ എങ്ങനെയുണ്ട് മരുമകൻ വിത്ത് മതം? നല്ല കോമഡി വല്ല ഉണ്ടാവും. ഒന്ന് പറയൂ അതിന് എന്തെങ്കിലും കോമഡി കൗണ്ടർ ആണല്ലേ. കുറച്ചുകൂടി എക്സ്ട്രാ പ്രോമാക്സ് ആണ് മമ്മി. ഓ അപ്പൊ അമ്മയുടെ അടുത്തുനിന്നാണ് ഇങ്ങനെ ഒരു ഇത് കിട്ടിയിരിക്കുന്നല്ലേ. ഓക്കെ, എനിവേ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചാൽ പ്രഗ്നൻസി റൗണ്ടിലേക്കാണ് പോകുന്നത്. വേറെ ഒന്നുമല്ല ഗൈസ്, നമ്മൾ കുറച്ച് ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരം തരും, അത്രേ ഉള്ളൂ. ഈ ഒരു സമയത്ത് ഇപ്പൊ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഭക്ഷണം എന്താ ചോദിക്കുന്നത്? മധുരമായിട്ട് സ്വീറ്റ് ഒക്കെ ചോദിക്കാം. പാൽപ്പാടയാണോ ഇഷ്ടം? പിന്നെന്താ ഗീ കേക്ക്. ഈ അടുത്തൊന്നും ആണെന്ന് പറഞ്ഞിരുന്നല്ലോ, ഞാൻ എന്തല്ല പറഞ്ഞു? നന്ദിനിന്റെ പേട. നന്ദിനിന്റെ പേട. നന്ദിനിന്റെ തന്നെ പേട. നമ്മളെ മൈസൂർ പോയപ്പോ വരെ സാധനം ഭയങ്കര ടേസ്റ്റാ. അപ്പൊ ഇവിടെ അന്ന് നല്ല ഇഷ്ടപ്പെട്ട. നന്ദിനി നല്ല അടിപൊളി ക്വാളിറ്റിയാ, കയ്യിൽ പറയാൻ പറ്റില്ല അല്ലേ, നല്ല സാധനം. ഞങ്ങള് ഇറങ്ങിയ നന്ദിനിയൊക്കെ പൈസ നന്ദിനിയുടെ പൈസ നല്ല ടേസ്റ്റ് അവരുടെ പ്രൊഡക്റ്റ്. അപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു. അങ്ങനെ പറഞ്ഞ ഏറ്റവും വിയേർഡായിട്ട് ചോദിച്ചത് എന്താണ്? എങ്ങനെ ഫുഡാണ്? ഫുഡ് ഇങ്ങനെ ഭയങ്കര വിയേർഡായിട്ട് ചോദിച്ച ഫുഡ്. ഇവളുണ്ടല്ലോ, ഇവള് മറ്റേ കൊറിയൻ സീരീസ് ഒക്കെ കണ്ടിട്ട് ഈ സാമാനങ്ങളൊക്കെ തിന്നണം എന്ന് പറഞ്ഞിട്ട് സൂഷി അങ്ങനത്തെ. പിന്നെ അന്ന് വലിയ സീനില്ല, അന്ന് ഞാൻ ആ വീഡിയോ ആക്കിയതിനെ കൊണ്ട് പ്രശ്നമില്ല. വേറെ 13 ഉറുപ്പിന്റെ സാധനം ഓർഡർ ചെയ്തു ഇവള് ഫുഡ്. സൂഷി മറ്റേ റാമൻ നൂഡിൽസ് അങ്ങനെ. എന്നിട്ട് തിന്നോ? തിന്നും, കുറച്ച് തിന്നിട്ടേ ഉള്ളൂ, ബാക്കിയൊക്കെ വേസ്റ്റ് ചെയ്തു. എന്നിട്ട് പൊതിഞ്ഞു കൊണ്ടേക്കിന് തോന്നില്ല. പൊതിഞ്ഞു കൊണ്ടേ എന്നിട്ട് അവിടെ കുറെ കാലം കിടന്നു, ആർക്കും വേണ്ട. ഫ്രിഡ്ജിൽ എങ്ങനെ ഇരുന്നു. ഇവളെന്താ ചെയ്യാന്നറിയോ? നേരെ ഇവിടെ നെറ്റ്ഫ്ലിക്സ് എടുക്കും, കൊറിയൻ സീരീസ് ഓണാക്കും. എന്നിട്ട് അതിൽ വരെന്താ തിന്നുന്നത്, അതിൽ വരെന്താ ചെയ്യുന്നത്, ഇതൊക്കെ നോക്കണം. എന്നിട്ട് അത് പോയി വാങ്ങണം. എനിക്ക് കൊറിയ പോണ നല്ല ആഗ്രഹം. കൊറിയയിലെ ഒരു ദിവസം കൊണ്ടോണം. അങ്ങനെ കൊളംബിയയിലൊക്കെ പോയതല്ലേ? കൊളംബിയ ഞാനോ പോയില്ലേ? കൊളംബിയയിൽ ഞാൻ പോയാൽ ഞാനാരാ? ബാലിയാണോ പോയത്? ഇന്തോനേഷ്യ പോയ. കൊളംബിയ പറഞ്ഞ സൗത്ത് അമേരിക്ക, അങ്ങ് അവിടെ എവിടെയാണ്. ഓക്കെ, നിങ്ങൾ എവിടേക്കോ പോയില്ലേ? അപ്പൊ അതേപോലെ കൊറിയയിലും കൂടി ഒന്ന് കൊണ്ടുപോകണം. ഈ പ്രഗ്നൻസി സമയത്ത് സ്ത്രീകൾ ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് ഫുഡിന്റെ ഒക്കെ കണ്ടുപിടിക്കുന്ന കേട്ടിട്ടുണ്ട്. ഹിബ അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടുത്തം നടത്തിയായിരുന്നോ? ഇവള് അല്ലെങ്കിലും പണ്ടേ വിയേർഡ് കോമ്പിനേഷന്റെ ആളാ. ഒരു വിയേർഡസ്റ്റ് കോമ്പിനേഷൻ ദാറ്റ് യു ലൈക്ക് എന്താണ്? ഇപ്പോൾ അച്ചാറും എന്താ തിന്നല്ലോ, എന്തിനാ കൂടെ അച്ചാർ? പുട്ടും പഴവും പാൽപ്പൊടിയും അത് നൈസ്, അത് വിയേർഡല്ല. പിന്നെ അച്ചാർ തിന്നല്ലേ? അച്ചാറൊന്നും അച്ചാർ എന്തിന്റെ കൂടെ കൊടുത്താലും തിന്നും. അച്ചാർ തിന്നാനാണ് ഏറ്റവും കൊതിന്നല്ലേ. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ ഉറങ്ങി കിടക്കുമ്പോ പാതിരാത്രിക്കൊക്കെ എഴുന്നേൽപ്പിക്കുക, അങ്ങനത്തെ കാല് തിരുമിത്ത കൈ തിരുമിത്ത അങ്ങനെയൊക്കെ പറയുവോ? ഇവള് 2 ദിവസം മുന്നേ കാല് മസിൽ എറിയുന്നു രാത്രി. ഇവിടെ ഭയങ്കര സൗണ്ടാ, ഒറ്റയടിക്ക് വന്നേ എന്തോ ഒരു സാധനം. ഞാൻ ഞെട്ടി എണീച്ച്, കാല് മസിൽ അറിയാ. എന്നിട്ട് ഞാൻ എന്താ ചെയ്തെടുത്ത് ഇങ്ങനെ പിടിച്ച് കൊടുത്ത്
കാലിങ്ങനെ നമ്മള് ഫുട്ബോൾ പ്ലേയേഴ്സ് പെട്ടെന്ന് എണീക്കും. ഞാൻ മൂത്രമൊഴിക്കാൻ പോകുമ്പോ എന്റെ ബാക്കിൽ എണീക്കും. ഭയങ്കര അങ്ങനത്തെ പരിപാടികളൊക്കെ എനിക്കുണ്ട് കേട്ടോ. പക്ഷെ വലിയ റൊമാൻസ് ഒന്നും കാണിക്കില്ല, പുറത്ത് കാണിക്കുന്ന പരിപാടി ഒന്നുമില്ല. ഇങ്ങനത്തെ ആവശ്യങ്ങളൊക്കെ ചെയ്യും. നിങ്ങൾ മോറോവർ ലൈക്ക് ഭയങ്കര ബഡ്ഡി സംഭവമാണെന്ന് തോന്നുന്നു അല്ലേ? ഇടയ്ക്ക് ഞാനതൊന്ന് സ്റ്റോപ്പ് ചെയ്യും. നമ്മള് ഷോപ്പിങ്ങിന്റെ അളവ് കിട്ടുമ്പോ അപ്പൊ വണ്ടി നമ്മള് നൈസായിട്ട് കട്ട് ചെയ്യും. അത്രയൊക്കെ ഉള്ളു, എല്ലാ പ്രശ്നമൊന്നുമില്ല. എന്തായാലും ഭയങ്കര രസമായിരുന്നു കേട്ടോ നിങ്ങളോട് സംസാരിച്ചോണ്ടിരിക്കാനായിട്ടും. ഇനിയിപ്പൊ എന്തായാലും ബേബി വരാൻ പോവുകയാണ്. അപ്പൊ ഞങ്ങൾ ഒരു ദിവസം ബേബിനെ കാണാനും കൂടെ വരും. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച്. സ്റ്റേ ബ്ലെസ്ഡ്. ഗോഡ് ബ്ലെസ് യു ബോത്ത്. നിങ്ങളെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു അല്ലേ ഹിബ? അപ്പൊ താങ്ക് യു ഗൈസ്. അപ്പം കൊറേ ചിരിക്കാൻ പറ്റി. എനിക്കും അതെ. വലിയ ആങ്കറാ ഞാൻ. ഒരുപാട് സിനിമ വരൊക്കെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് ഹിബ ആൻഡ് ഫസി. നല്ല രസമായിരുന്നു രണ്ടുപേരോടും സംസാരിച്ചിരിക്കാനായിട്ട്. നിങ്ങളെ എന്നെ എൻജോയ് ചെയ്ത പോലെ തന്നെ നിങ്ങളുടെ ഒപ്പമുള്ള കോൺവെർസേഷൻ ഞാനും എൻജോയ് ചെയ്തു. അപ്പം സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് ഇന്റർവ്യൂ. ബൈ.